Hello teachers, good evening. Teaching and learning. First unit in the third session. So let me welcome you all to the session. നമുക്ക് ഇനി ഈ ഒരു യൂണിറ്റുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. So the first one active learning ആണ്. That was introduced in the last class. Then self learning and teaching. Learning നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി നമുക്ക് അതിന്റെ പലതരത്തിലുള്ള ലേണിംഗ്, സോ ആക്റ്റീവ് ലേണിംഗിനെ കുറിച്ച് കൂടുതൽ അറിയാനുണ്ട്, സെൽഫ് ലേണിംഗിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ഫൈനലി ടീച്ചിങ്, അതിന്റെ നാച്ചർ, അതിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ ഫാക്ടേഴ്സ്, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സോ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. സൗണ്ട് ക്ലിയർ ആണെന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ അപ്പൊ പറയാം. പ്രസന്റേഷനിലേക്ക് പോവാണ്. ഓക്കെ, സ്ലൈഡ് മാറ്റുന്നത് കാണുന്നുണ്ടോ? ഓക്കെ, വെരി ഗുഡ്. സോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഈ റോട്ട് ലേണിംഗും മീനിങ്ഫുൾ ലേണിംഗും കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞിരുന്നു. ആക്റ്റീവ് ലേണിംഗിനെ പരിചയപ്പെടുത്തിയിരുന്നു, അതിന്റെ മീനിങ്, ഡെഫിനിഷൻ ആൻഡ് പ്രിൻസിപ്പിൾസ്. ഇത്രയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ആണ്. ആക്റ്റീവ് ലേണിംഗിന്റെ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, ആക്റ്റീവ് ലേണിംഗ് ആണ് എന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവം എന്താണ്? ബാർനസ് എന്ന് പറയുന്ന എഡ്യൂക്കേഷനിസ്റ്റിന്റെ ഒരു അഭിപ്രായത്തില് ഒരു 6-7 സ്വഭാവങ്ങളാണ്, അതല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ആക്റ്റീവ് ലേണിംഗിനുള്ളത്. നമുക്കറിയാം, ഒരു സ്റ്റുഡന്റ് പഠിക്കുമ്പോൾ അവര് ആക്റ്റീവായി പഠിക്കുന്നുണ്ടോ പാസീവായി പഠിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം, അല്ലേ? സോ ആസ് എ ടീച്ചർ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ഓർ ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടു അസസ് സ്റ്റുഡൻസ് ലേണിംഗ്. നമ്മൾ സാധാരണ കുട്ടികളുടെ പഠനം വിലയിരുത്തുന്നതിനെ അസസ്മെന്റ് എന്നാണ് കേട്ടോ പറയാ. അസസ്മെന്റ് എന്നാണ് പറയാ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അസസ്മെന്റ്, ഇവാലുവേഷൻ, ഇങ്ങനെയൊക്കെയുള്ള പല ടേംസ് കേട്ടിട്ടുണ്ടാവും. സോ നമ്മുടെ കുട്ടികളെ നിരീക്ഷിക്കുന്നതിന് പറയുന്ന പേര് അസസ്മെന്റ് എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു 7 നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് സിമ്പിളായി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഒന്ന് പേർപ്പസീവ് ആണ്. ദാറ്റ് മീൻസ് എ സ്റ്റുഡന്റ് ഷുഡ് ഹാവ് എ പർപ്പസ് ടു സ്റ്റഡി, ടു റീഡ് സംതിങ് എന്നുള്ളതാണ്. പഠിക്കാൻ പ്രത്യേകമായ ലക്ഷ്യം വേണം എന്നുള്ളതാണ്. നമുക്ക് ലാംഗ്വേജ്, ആക്ച്വലി ലാംഗ്വേജ് നമ്മൾ എന്തിനാ പഠിക്കണേ? നമ്മൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഉറുദു, ഇങ്ങനെ പല ലാംഗ്വേജസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ശരിക്കും എന്തിനാണ് ലാംഗ്വേജ് പഠിക്കുന്നത്? ഓക്കെ, ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ്. ഇറ്റ്സ് ഗുഡ്. അപ്പൊ എന്റെ ചോദ്യം, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ നമുക്ക് ലാംഗ്വേജിന്റെ ആവശ്യമുണ്ടോ? ലാംഗ്വേജ് ഇല്ലാതെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തൂടെ? ചെയ്യാം സാർ. ഗസ്റ്റേഴ്സിലൂടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റും. ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണോ തോന്നുന്നു? ഓക്കെ, ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അതിൽ വേറെ സത്യം എന്ന് വെച്ചാല്, ഒരു കമ്മ്യൂണിക്കേഷനിൽ ലാംഗ്വേജിനേക്കാൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത് അതിന് ജസ്റ്റേഴ്സ്, ടോണൽ വേരിയേഷൻ, ഐ കോണ്ടാക്ട്, ഇങ്ങനെയുള്ള കുറച്ച് പാരാലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സിനാണ്. ഓക്കെ, 55% ലാംഗ്വേജിന്റെ പുറത്തുള്ള കാര്യങ്ങൾക്കാണ് ശരിക്കും ഇമ്പോർട്ടൻസ്. സോ ഇവിടെ നമുക്ക് അതല്ല മാറ്റർ. സോ ഇവിടെ നമുക്കൊരു കാര്യം പഠിക്കാൻ, നമ്മുടെ ലാംഗ്വേജ് പഠിക്കാൻ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളൊരു പേർപ്പസ് ഉണ്ട്, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ഓരോ സബ്ജക്ട് എന്ത് പഠിക്കുകയാണെങ്കിലും അതിന്റെ പേർപ്പസ് എന്താ എന്ന് ഒരു സ്റ്റുഡന്റ് അറിഞ്ഞ് പഠിക്കുകയാണെങ്കിൽ അതൊരു ആക്റ്റീവ് ലേണിംഗ് ആണെന്ന് പറയാം. ഇനി ഞാൻ ഫിസിക്സ് പഠിക്കുന്നു, എന്തിനാ ഫിസിക്സ് പഠിക്കുന്നത് എന്ന ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ഇല്ലെങ്കിൽ ഐ എം നോട്ട് ആക്റ്റീവ്ലി ലേണിംഗ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ഈ ഒരു സ്ലൈഡ് പഠിക്കുന്നു, എന്താണ് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ള ഒരു ടോപ്പിക് പഠിക്കുന്നു. എന്തിനാണ് നിങ്ങൾ ആക്റ്റീവ് ലേണിംഗ് പഠിക്കുന്നത്? അല്ലെ, നിങ്ങൾക്ക് യു ഹാവ് ടു അസസ് ദ സ്റ്റുഡൻസ് റീഡിങ് ആൻഡ് ദെയർ ലേണിംഗ്. അവര് ആക്റ്റീവായി പഠിക്കുന്നുണ്ടോ അതോ അവർ പാസീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആക്റ്റീവ് ലേണിംഗ് പഠിക്കുന്നു. പിന്നെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണം, അല്ലെ? നമ്മുടെ ടീച്ചിങ് കരിയർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ അതൊന്നും കൂടി ബെറ്റർ ആക്കണം. അങ്ങനെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതാണ് പർപ്പസീവ് എന്ന് പറയുന്നത്. ദെൻ റിഫ്ലക്റ്റീവ് ആണ്. റിഫ്ലക്ഷൻ എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എവിടെ കിട്ടണേ?
ഫിസിക്സിൽ ഒരു പ്രകാശം പോയാല് അല്ലെ തിരിച്ച് ആ ഒരു നിറവ് തട്ടി തിരിച്ച് ആ പ്രതിബിംബം അങ്ങനെ അവിടെ കണ്ടില്ലേ. ഓക്കെ, ആക്ച്വലി ടീച്ചിങ്ങില് റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല് നമ്മളൊരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുമ്പോഴാണ് റിഫ്ലക്ഷൻ എന്ന് പറയാം. ദാറ്റ് മീൻസ് ഇപ്പൊ ഞാനൊരു പാഠം പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ ആക്റ്റീവ് ലേണിംഗ് എന്താ നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. സോ ആ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പഠിഞ്ഞോ ഇല്ലയോ, എന്താണ് അതിന്റെ അവസ്ഥ എന്നുള്ള സംഭവങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കുന്നതാണ് മൈ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചത് നിങ്ങൾക്ക് പഠിഞ്ഞോ, എത്രത്തോളം പഠിച്ചിട്ടുണ്ട്, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ പേർപ്പസ് എന്താണ്, എയിം എന്താണ്, ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അതല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ചിന്തിക്കുമ്പോഴാണ് ദർ ഈസ് റിഫ്ലക്ഷൻ, അവിടെ റിഫ്ലക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ അവിടെ റിഫ്ലക്ഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുക. റിഫ്ലക്ഷൻ മനസ്സിലായോ? ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞാല് ഞാൻ എന്ത് പഠിച്ചു, എത്രത്തോളം പഠിച്ചു, എങ്ങനെ പഠിച്ചു എന്നുള്ളതിനെ കുറിച്ച് ആ പഠിച്ച ആളെന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുന്നതിനെയാണ് റിഫ്ലക്ഷൻ എന്ന് പറയുക. ഓക്കെ, തേർഡ് വൺ നെഗോഷിയേഷൻ ആണ്. നെഗോഷിയേറ്റഡ് എന്നുള്ളതാണ്. സോ നെഗോഷിയേറ്റ് ദ ഗോൾ ആൻഡ് മെത്തേഡ്സ് ഓഫ് ലേണിംഗ് എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്ന മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഗോള് അതിന്റെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് അതല്ലെങ്കിൽ അതിന് കുറച്ചുകൂടി എലാബറേറ്റഡ് ആയിട്ട് ഒരു വ്യത്യസ്തമായ രൂപത്തിൽ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക, അതിനുവേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. 4 ക്രിട്ടിക്കൽ ആണ്. നമുക്കറിയാം ഏതൊരു കാര്യവും നമുക്ക് ക്രിട്ടിക്കൽ മൈൻഡോട് കൂടി നേരിടണം എന്നാണ് പറയാം അല്ലെ. ക്രിറ്റിസിസം എന്നുള്ളത് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിൽ വേണ്ട ഒരു ക്വാളിറ്റിയാണ്. ശരിക്കും ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ ആ പ്രോസസ് എന്താ നടക്കുന്നത്? ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി അതിന്റെ മലയാളം എന്താ? നിരൂപണം എന്ന് മനസ്സിലാക്കണം. വിമർശനം എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ നെഗറ്റീവ് സൈഡ്സ് മാത്രം കാണുന്നുള്ളതല്ലേ? അങ്ങനല്ലേ വിമർശനം എന്ന് ഉദ്ദേശിക്കല്? ഓക്കെ, അപ്പോ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, വി കൺസിഡർ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ആണ്. നമ്മൾ ഏതൊരു ആശയം പഠിക്കുകയാണെങ്കിലും ഏതൊരു ടോപ്പിക് പഠിക്കുകയാണെങ്കിലും അതിന്റെ 2 സൈഡിലേക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ തിങ്കിങ് ഇവ എന്നുള്ള ഒരു ക്വാളിറ്റി നമ്മളെ സ്റ്റുഡൻസിൽ നിർബന്ധമായും വേണം. സോ നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിനോട് നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ചോദിക്കലാണ് ക്രിട്ടിക്കൽ തിങ്കിങ് ഓർ ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത്. ഇതെന്താണ്, എന്തിനാണ്, എപ്പോഴാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് ആക്ച്വലി ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ സ്റ്റുഡൻസ് അവർ ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ അല്ലെങ്കിൽ ലേണിംഗ് പ്രോസസ്സിനെ ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാന് അവർ നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മനസ്സിലായോ? നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുട്ടികൾക്ക് അവർ അതിനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. സോ തീരെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ലെങ്കിൽ അവർ ക്രിട്ടിക്കലി അതിനെ അപ്രോച്ച് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. 5 കോംപ്ലക്സ് ആണ്. സ്റ്റുഡൻസ് കമ്പയർ ലേണിംഗ് ടാസ്ക് വിത്ത് കോംപ്ലക്സിറ്റീസ് ഓഫ് റിയൽ ലൈഫ് ആണ്. നമ്മൾ എപ്പോഴും അറിയാം എഡ്യൂക്കേഷനിൽ നമ്മൾ തിയറിയാണ് പഠിക്കുന്നത്. ദാറ്റ് മീൻസ് ക്ലാസ് റൂമിൽ നമ്മൾ തിയറി പഠിക്കും, അതിന് ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ഉണ്ടാവും. അത് പലപ്പോഴും ഒരു കോംപ്ലക്സ് റിയൽ സിറ്റുവേഷനിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ നമ്മുടെ എല്ലാ റിയൽ ലൈഫ് സിറ്റുവേഷനും ലേൺഡ് നോളജിനെ കണക്ട് ചെയ്യുന്നുണ്ടോ, അതിന്റെ കോംപ്ലക്സിറ്റിയിലേക്ക് കടന്നു പോകുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ആ കുട്ടി ആക്റ്റീവ് ലേണിംഗ് നടത്തുന്നുണ്ട്. അപ്പം സ്റ്റുഡൻസ് നമ്മൾ പറയുന്നതിനെ റിയൽ ലൈഫിലേക്ക് കണക്ട് ചെയ്ത് ഇത് നമ്മുടെ റിയൽ ലൈഫിൽ അതിന്റെ എന്താ പറയാ യൂസേജോ അതല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷനോ ഒക്കെ മനസ്സിലാക്കി നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതിന്റെ പല വേർഷൻസ് അപ്ലൈ ചെയ്ത് അവർ പഠിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി ചിന്തിച്ച് അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം മനസ്സിലാക്കി അതിന് കൃത്യമായ ലക്ഷ്യം മനസ്സിലാക്കി പഠിക്കുന്നതിനെയാണ് ആക്ച്വലി ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയാം. പിന്നെ മറ്റൊന്നാണ് സിറ്റുവേഷൻ ഡ്രിവൺ എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് സെലക്ട് ലേണിംഗ് ടാസ്ക് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. അഥവാ അവർ പഠിക്കുന്ന ആ സിറ്റുവേഷൻ, അവർ പഠിക്കുന്ന ടോപ്പിക്, അതിനനുസരിച്ച് സെലക്ട് ലേണിംഗ് ടാസ്ക്, അവർ പഠന പ്രവർത്തനങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ്. ഒരുപാട് വായിക്കേണ്ടതാണെങ്കിൽ വായിക്കണം, ചിലത് എക്സ്പെരിമെന്റ് ചെയ്യേണ്ടതാണെങ്കിൽ എക്സ്പെരിമെന്റ് ചെയ്യണം, ചിലത് ഡൗട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്യണം, ഗ്രൂപ്പ് ലേണിംഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇൻഡിവിജ്വൽ ലേണിംഗ് ആണെങ്കിൽ അങ്ങനെ ചെയ്യണം. സോ അവർ ലേണിംഗ് ടാസ്ക് നീഡ് ഓഫ് ദ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യുന്നതാണ് ആക്റ്റീവ് ലേണിംഗ്. എന്നും എപ്പോഴും ഒരേപോലെ പഠിക്കുക എന്നുള്ളതല്ല ആക്ച്വലി ഒരു സ്റ്റുഡന്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അവർക്ക് ഇൻഡിവിജ്വൽ ലേൺ ചെയ്യേണ്ടി വരും, സൈലന്റ് റീഡിംഗ് നടത്തണം,
ലൗഡ് റീഡിങ് നടത്തണം, കൊളാബറേറ്റ് ചെയ്ത് നടത്തണം, ഡിസ്കഷൻ വേണം, ഡിബേറ്റുകൾ ആവശ്യമായിരിക്കും, പ്രസന്റേഷൻ വേണം, വൈഡ് റീഡിങ് വേണം, മിനി റിസർച്ച് നടത്തണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ സിറ്റുവേഷൻ എന്താണോ നമ്മൾ ആവശ്യപ്പെടുന്നത് അത് ബേസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആക്റ്റീവ് ലേണിംഗിന്റെ മറ്റൊരു ഫീച്ചർ. ദെൻ എൻഗേജ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്നുള്ളതാണ്. അഥവാ ഈ പഠിച്ച കാര്യങ്ങൾ വെച്ച് ലൈഫിൽ ജീവിക്കുക, അല്ലെങ്കിൽ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഈ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് അത് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്. സോ ഇത്രയും ഒരു 7 ആക്റ്റീവ് ലേണിംഗിന്റെ ഫീച്ചേഴ്സ് ആണ് ഇവിടെ നമ്മോട് പറഞ്ഞത്. ഇതെല്ലാം ആസ് എ സ്റ്റുഡന്റ് വി ഹാവ് ടു ഫോളോ, നമുക്ക് നിർബന്ധമായും ഫോളോ ചെയ്യാനുള്ളതാണ്. പഠിച്ചതെല്ലാം ക്ലാസ്സിലും സ്കൂളിലും വെച്ച് വന്ന് ജീവിതത്തിൽ മറ്റൊന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ ആക്റ്റീവ് ലേണിംഗ് നടന്നിട്ടില്ല. സാഹചര്യത്തിനനുസരിച്ച് പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആക്റ്റീവ് ലേണിംഗ് നടന്നിട്ടില്ല. ലൈഫിലെ കോംപ്ലക്സ് സിറ്റുവേഷനോട് നമ്മൾ പഠിച്ച ലേൺഡ് നോളജിനെ അപ്ലൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ആക്റ്റീവ് ലേണിംഗ് നടന്നിട്ടില്ല. ക്രിട്ടിക്കലി അപ്രോച്ച് ചെയ്യുന്നില്ലെങ്കിൽ, അതിന് വ്യത്യസ്തമായ നെഗോഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വ്യത്യസ്തമായ മാർഗങ്ങൾ നോക്കുന്നില്ലെങ്കിൽ, ചിന്തിക്കുന്നില്ലെങ്കിൽ, കൃത്യമായി അതിന്റെ പർപ്പസ് കാണുന്നില്ലെങ്കിൽ ആക്റ്റീവ് ലേണിംഗ് നടന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി എന്താ വെച്ചാൽ 2 കാര്യങ്ങളാണ്, 3 കാര്യങ്ങളാണ്. ഒന്ന്, ആക്റ്റീവ് ലേണിംഗ് എന്താന്ന് നമ്മൾ ആദ്യം കൃത്യമായി മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, അപ്ലൈ ദീസ് ഫീച്ചേഴ്സ് ഇൻ അവർ സ്റ്റുഡൻസ്. നമ്മുടെ കുട്ടികളിൽ ആക്റ്റീവ് ലേണിംഗിന്റെ ഇത്തരം ഫീച്ചേഴ്സ് നമ്മൾ കുത്തിവെക്കുക, അതല്ലെങ്കിൽ അവർക്ക് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. 3, പ്രിപ്പയർ ഫോർ ദ എക്സാം. അല്ലെ, ആസ് യൂഷ്വൽ പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങണം, അത് പഠിക്കണം. സോ ദീസ് ആർ 7 characteristics of active learning. Shall I move? Yes, sir. Okay, thank you. ഇനി ആക്റ്റീവ് ലേണിംഗിന്റെ കുറച്ച് ടെക്നിക്സ് ആണ്. എങ്ങനെയാണ് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളത് നമുക്ക് നടത്താൻ പറ്റുക, അതിനുള്ള ചില മാർഗങ്ങളാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഇത് നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റുഡൻസിനോട് നിങ്ങൾ എന്നും ഒരേപോലെ വായിക്കരുത്, വ്യത്യസ്തമായ രീതികൾ നിങ്ങൾ സെലക്ട് ചെയ്യണം. ഡിഫറെന്റ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഷാൾ ബി യൂസ്ഡ് എന്ന് ഉപദേശിക്കാനുള്ളതാണ്. പരീക്ഷ സമയത്തും എല്ലാ സമയത്തും നമ്മൾ കുട്ടികൾക്ക് അഡ്വൈസ് കൊടുക്കാനുള്ളതാണ്. സോ അതിനുള്ള കുറച്ച് ടെക്നിക്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതൊന്നുമല്ല, ഇനിയും ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, പക്ഷെ ബുക്കിൽ പറഞ്ഞത് മാത്രം ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന്, തിങ്ക്, പെയർ, ഷെയർ എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്റ്റീവ് ലേണിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി നമ്മൾ കുട്ടികളെ പെയേഴ്സ് ആക്കി കൊടുക്കുക എന്നുള്ളതാണ്. പെയേഴ്സ് ആക്കി കൊടുക്കാം, ഗ്രൂപ്പ് ആക്കി കൊടുക്കാം. Then they have to share their knowledge. First of all, they are given a topic. അവർക്കൊരു ടോപ്പിക് കൊടുക്കുന്നു, അതിനെ കുറിച്ച് അവർ ചിന്തിക്കുന്നു, അവർ പെയറിനെ കണ്ടെത്തുന്നു, അവരത് ഷെയർ ചെയ്യുന്നു. നമുക്കല്ലേ ഈ പെയറിനെ കണ്ടെത്തുമ്പോഴും അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്കുമ്പോഴും നമുക്ക് 2 രൂപത്തിലാണ് പെയറിനെ കണ്ടെത്താൻ പറ്റുക. അതെങ്ങനെ അറിയാം? നമുക്ക് 2 രൂപത്തിലാണ് പെയേഴ്സ് ആക്കാൻ പറ്റുക അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്കാൻ പറ്റുക. ഏതൊക്കെ 2 രൂപം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഗ്രൂപ്പ് ആക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2 രൂപങ്ങൾ. ടീച്ചേഴ്സ്, അറിയാവുന്നവരെ തന്നെ ഒരു ഗ്രൂപ്പിലാക്കാതെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അറിയുന്നവരും അറിയാത്തവരും ഒരു ഗ്രൂപ്പ് അല്ലേ? ഓക്കെ. ഒന്ന് വേറെ ടീച്ചർ പേരെന്തായിരുന്നു? ഓക്കെ. വേറെ ആരുമില്ലേ? എന്റെ ഊഹം ശരിയാണെങ്കിൽ കുറെ ആളിപ്പോ കുട്ടികൾ ചോറ് കൊടുക്കായിരിക്കും, കുറെ ആളുകൾ അടുപ്പത്ത് എന്തെങ്കിലും അല്ലെങ്കിൽ അവസാനവട്ട ക്ലീനിങ്ങിലോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇതിന്റെ സൗണ്ട് അവിടെ ഇങ്ങനെ ഒരു ലൗഡ് സ്പീക്കറിൽ ഇട്ടാണ്ട് അങ്ങനെ ക്ലാസ് കേൾക്കുന്നുണ്ടാകാം. ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? സത്യം പറഞ്ഞാൽ മതി. ഇല്ല സാർ. ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കൂല. സോ എനിവേ ഇവിടെ 2 രൂപത്തിൽ നമുക്ക് കുട്ടികളെ പെയർ ചെയ്യാം. ഒന്ന്, നേരത്തെ ഫൈറൂസ് ടീച്ചർ പറഞ്ഞ പോലെ അറിയുന്നവരെയും അറിയാത്തവരെയും പെയർ ചെയ്യാം. രണ്ടാമത്തെ പെയറിംഗ് പറഞ്ഞാൽ അറിയുന്നവർ തമ്മിൽ പെയർ ചെയ്യുന്നു, അറിയാത്തവർ തമ്മിൽ പെയർ ചെയ്യുന്നു. എന്നിട്ട് അറിയാത്തവരിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അവരെ പരസ്പരം അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നു, സ്കഫോൾഡ് ചെയ്യുന്നു, അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നു. അറിയുന്നവർ എന്ത് ചെയ്യട്ടെ, അവരുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകട്ടെ. ഓക്കെ, 2 രൂപത്തിൽ ചെയ്യാം.
ഇനി റോൾ പ്ലേയിങ് ആണ്. നമുക്കറിയാം, നമ്മളൊരു സ്റ്റോറി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ 5 ക്യാരക്ടേഴ്സ് ഉണ്ട് സങ്കല്പിക്കാം. ഓരോരുത്തർക്കും എന്ത് ചെയ്യാം, ഓരോ റോൾ കൊടുക്കുക, റോൾ പ്ലേ ചെയ്യിപ്പിക്കാം. 3 ഇതൊക്കെ അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോണേ. ദെൻ ജിക്സോ പസിൽ എന്നുള്ളതാണ്. നമ്മൾ പസിൽസ് കണ്ടിട്ടില്ലേ? ഒരു പ്രോബ്ലമാറ്റിക് ആയ സിറ്റുവേഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം, അവര് റൈറ്റ് ആൻസറിലേക്ക് എത്തുക. പസിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പല രൂപത്തിൽ പസിൽസ് ഉണ്ട്, അത് ചെയ്യുന്നുണ്ടാവും. എന്തായാലും കുട്ടികൾക്ക് എന്ത് കൊടുക്കുക വെച്ചാല് ഒരു ഡിസോർഡർ ആയിട്ട് കാര്യങ്ങൾ കൊടുക്കുന്നു. ലെറ്റ് ദം ഓർഡർ ഇറ്റ് ഓർ മേക്ക് ഇറ്റ് ഓർഡർ. 4 പിയർ റിവ്യൂ എന്നാണ്. ഒരാൾ ഒരു പ്രവർത്തനം ചെയ്തു, അവന്റെ പിയർ അഥവാ അവന്റെ കൂടെ പഠിക്കുന്ന മെറ്റിയാൾ എന്ത് ചെയ്യണം, ഇവന്റെ പ്രവർത്തനത്തെ വിലയിരുത്തണം. പരസ്പരം ഇതിന് നമ്മൾ പറയുന്നത് സാധാരണ പിയർ അസസ്മെന്റ് എന്നൊക്കെ പറയും. പിയർ അസസ്മെന്റ്. അപ്പൊ കുട്ടികളിലെ പരസ്പരം ഫീഡ്ബാക്ക് കൊടുത്ത് റിവ്യൂ കൊടുത്ത് അവരുടെ പഠന നിലവാരം ഉയർത്തുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാള് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരാൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു, ആൻസർ പഠിച്ചു, മറ്റേയാള് വേറൊരു ആൻസർ പഠിച്ചു. ഈ ആദ്യം പഠിച്ച ആൾ എന്ത് ചെയ്യുന്നു, അത് പ്രസന്റ് ചെയ്യുന്നു, ഈ ആള് അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നു. പിന്നെ മറ്റേയാള് പെർഫോം ചെയ്യുന്നു, ഈ ആള് അഭിപ്രായം പറയുന്നു. അങ്ങനെ പിയേഴ്സിനെ കൊണ്ട് പരസ്പരം റിവ്യൂ പറയിപ്പിക്കുന്നതാണ് 4ാമത്തെ. 5 ഡിസ്കഷൻ ആണ്. ഗ്രൂപ്പായി ഇരിക്കുന്നു, പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു, ഓരോ ടോപ്പിക്കും ഡിസ്കസ് ചെയ്യുന്നു. അറിയുന്നവർ തന്റെ പോയിന്റ്സ് പറയുന്നു, അറിയാത്തവർ അത് മനസ്സിലാക്കുന്നു, അത് നോട്ട് ചെയ്യുന്നു, അത് പഠിക്കുന്നു. 7 പ്രോബ്ലം സോൾവിങ് യൂസിങ് റിയൽ ഡാറ്റ എന്നുള്ളതാണ്. റിയൽ ഡാറ്റ ഇല്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റുഡൻസിന് വി ഗീവ് എ പ്രോബ്ലം, ഒരു പ്രശ്നമായി കൊടുക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ. ഞാൻ നിങ്ങൾക്ക് തരാണ് ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ. സോ വാട്ട് ആർ ദ ക്വാളിറ്റീസ് നീഡഡ് ഫോർ എ ടീച്ചർ? നിങ്ങൾ എന്ത് ചെയ്യണം, അത് ദാറ്റ് ഈസ് എ പ്രോബ്ലം, റൈറ്റ്? സോ നിങ്ങൾ അതിന് സൊല്യൂഷൻ കണ്ടെത്തി വരണം. നിങ്ങളത് നിങ്ങളുടെ ടീച്ചേഴ്സിലൂടെ കടന്നുപോയി, അല്ലെങ്കിൽ നിങ്ങളുടെ അറിയുന്നവരോടൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ എന്തെങ്കിലും റെഫർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനൊരു സൊല്യൂഷനുമായിട്ട് വരണം. സോ ദർ വിൽ ബി എ പ്രോബ്ലം ആൻഡ് സ്റ്റുഡൻസ് ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സൊല്യൂഷൻസ്. ഓക്കെ, അതാണ് പ്രോബ്ലം സോൾവിങ് എന്നുള്ളത്. റിയൽ ഡാറ്റ എന്നുള്ളതിന്റെ കൂടെ വരുന്നതാണ്. നമുക്ക് റിയൽ ഡാറ്റ ഉപയോഗിച്ച് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ദെൻ ഗെയിം ബേസ്ഡ് ലേണിംഗ് ആണ്. പഠനത്തെ ഒരു ഗെയിമായി കളിച്ചുകൊണ്ട് ചെയ്യാം. ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? ഈ ഗെയിം ബേസ്ഡ് ലേണിംഗിൽ ആർക്കെങ്കിലും ഞാൻ ഇങ്ങനെ പഠനത്തെ ഒരു ഗെയിമായി കളിക്കാറുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്ന ടോപ്പിക്ക് ഞാൻ ഗെയിമായി കളിക്കാറുണ്ട്. യെസ് സർ. ഈസ് ആം ആർ ഉള്ളത് നമുക്ക് മ്യൂസിക്കൽ ചെയറിന്റെ രൂപത്തിൽ കുട്ടികളെ ഇരുത്തിയിട്ട് ചെയറിൽ ഈസ് ആം ആർ വെക്കുക, ഒട്ടിക്കുക. എന്നിട്ട് കുട്ടികള് നമ്മളൊരു മ്യൂസിക് വെച്ച് കൊടുക്കുക. അന്നേരം കുട്ടികള് പിന്നെ സീറ്റിൽ ഇരിക്കുമ്പോൾ ഈസാണ് ഒട്ടിച്ചെങ്കിൽ ആ ഈസ് വെച്ചിട്ട് ഒരു സെന്റൻസ് മേക്ക് ചെയ്യുക. അങ്ങനെ പറ്റാത്തവരെ നമ്മൾ ഒഴിവാക്കുക. പറ്റാത്തവരെ ഒഴിവാക്കാന്നുള്ളതല്ല ടീച്ചറെ, പറ്റാത്ത ശരിക്കും പ്രോസസ് ഗെയിം കുറച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ അവർക്ക് പിന്നീട് നമ്മൾ പറഞ്ഞു കൊടുക്കും കാര്യങ്ങള്. അപ്പൊ ഇതില്ലേ നമ്മളിപ്പോ ഈ ഒരു ആശയം ഒരാൾ ഷെയർ ചെയ്തത് ബാക്കിയുള്ള എല്ലാവർക്കും കൂടി വേണ്ടി കേട്ടോ. നിങ്ങളൊക്കെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. സോ നോട്ട് ഇറ്റ്. ഇതേപോലെ ഇപ്പൊ വെക്കാബുലറി പഠിപ്പിക്കണം. ഞാനൊരു ചെറിയ ഗെയിം പറഞ്ഞുതരാം. ഒരു വെക്കാബുലറി എന്നുള്ള സാധനം കുട്ടിക്ക് ഉണ്ടാക്കണമെങ്കിൽ ടീച്ചർ ഒരു വേർഡ് പറയുന്നു, ടീച്ചറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് അടുത്തൊരു കുട്ടി പറയേണ്ടത്. ഓക്കെ, ഇപ്പോ ഒന്നാമത്തെ ഒരു കുട്ടി ഇപ്പോ സ്കൈ എന്ന് പറഞ്ഞ് സങ്കല്പിക്കുക. ഇനി രണ്ടാമത്തെ ഒരു കുട്ടി എന്ത് ചെയ്യണം, സ്കൈയുമായി ഡയറക്റ്റ് കണക്ഷൻ ഉള്ള അടുത്ത വേർഡ് പറയണം. എന്താണ് സ്കൈയുമായിട്ട് അടുത്ത ബന്ധമുള്ള വേറൊരു വേർഡ് എന്താ? ക്ലൗഡ്. ക്രൗഡ് അല്ല, ക്ലൗഡ് അല്ലേ? ഓക്കെ, ക്ലൗഡുമായി ബന്ധപ്പെട്ട അടുത്ത വാക്ക് എന്താ? റെയിനുമായി ബന്ധപ്പെട്ട അടുത്ത വാക്ക് അംബ്രല്ല. അംബ്രല്ലയുമായി ബന്ധപ്പെട്ട അടുത്ത വാക്ക് ചിൽഡ്രൻ. ഓക്കെ, ചിൽഡ്രൻ. ഓക്കെ, ഇങ്ങനെ പോയി കൊടുക്കും. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് വെക്കാബുലറീസ് അവരിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 ആക്ടിവിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ആ 2 ആക്ടിവിറ്റിയും ക്ലാസ് കളിക്കണം. അതല്ലെങ്കിൽ ഈ ഞാൻ ടീച്ചേഴ്സിനോട് പറയുന്നത്, അല്ലാത്ത ആളുകളത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്നാണ് ടീച്ചർ ആവണത്, ദാറ്റ് മീൻസ് എന്നാണ് ക്ലാസ് പോവുക അന്നത് പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ ഇവിടെ നമ്മൾ 7 ടെക്നിക്സ് പറഞ്ഞത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ മറ്റു തരത്തിലേക്ക് പോകണം. സോ ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളതിന് 7 ബുക്കിൽ പറഞ്ഞത് വെച്ചിട്ട് നമ്മൾ കൊടുത്തത്. ഇതൊന്നല്ല, ഇനി നമുക്ക് ഒരുപാട് വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളത് ഇവിടെ നിർത്തി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. ഇവിടെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഫെസിലിറ്റേറ്റീവ് ആക്റ്റീവ് ലേണിംഗ് ആണ്. അഥവാ
ഇതിൽ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച പോലെ തന്നെ വരുന്ന കേട്ടോ. കുറച്ച് ആക്റ്റീവ് ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, ആക്റ്റീവ് ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ചില എക്സസൈസുകളാണ്, അതല്ലെങ്കിൽ ചില പ്രവർത്തനങ്ങളാണ്. ഇത് ഗെയിംസ് അല്ല, ഇത് ക്ലാസ് റൂമിൽ ഒരു ടീച്ചർക്ക് ചെയ്യാവുന്ന ചില പ്രവർത്തനങ്ങളാണ്. ഒന്ന് ടെക്നിക് ഓഫ് 1 minute പേപ്പർ എന്നുള്ളതാണ്. ഇവിടെ ആക്ച്വലി എന്താ വെച്ചാല് നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് കുട്ടികൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ലാസ്റ്റ് കുട്ടികൾക്ക് ഒരു പീസ് ഓഫ് പേപ്പർ കൊടുക്കുകയാണ്. ഓക്കെ, സോ സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു ആൻസർ എ ക്വസ്റ്റ്യൻ അറ്റ് ലാസ്റ്റ് അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അതിന്റെ ഇടയിൽ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ക്ലാസ്സിന് ഇടയിൽ കൊടുത്തിട്ടുണ്ടാകും, അതല്ലെങ്കിൽ നമ്മൾ ആ ക്ലാസ് കഴിഞ്ഞിട്ട് പ്രൊവൈഡ് ചെയ്യും. നമുക്കിതിന് എങ്ങനെ വേണമെങ്കിൽ നമ്മുടെ രൂപത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് കൊടുക്കുന്നു, അത് ഏതാനൊരു പേപ്പർ കൊടുക്കുകയാണ്. റൈറ്റ്, ആ കുട്ടി എന്ത് ചെയ്യണം, ആ ക്വസ്റ്റ്യൻ ആൻസർ ആ പേപ്പറിൽ എഴുതണം. ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്നെടുത്ത ക്ലാസ് എന്നുള്ളതായിരിക്കും. റൈറ്റ്, ഇപ്പൊ ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എനിക്കൊരു പേപ്പർ എന്നിട്ട് പറയാണ്, റൈറ്റ് ഡൗൺ 3 activities shall be played in an active classroom, അല്ലെങ്കിൽ in an active learning. അപ്പൊ നമുക്കൊരു ആക്റ്റീവ് ലേണിംഗിൽ കളിക്കാവുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ചെയ്യാവുന്ന ഒരു 3 പ്രവർത്തനം എഴുതുക എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നിട്ടുണ്ടാവും. റൈറ്റ്, സോ നിങ്ങൾ ആ കുട്ടികൾ എന്ത് ചെയ്യണം, അതിന്റെ ആൻസർ ലാസ്റ്റ് എഴുതാണ്. അതാണ് 1 minute പേപ്പർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ അതിൽ ഉണ്ടാവുള്ളൂ. റൈറ്റ്, 2 മേക്കിംഗ് ടു റിപ്പോർട്ട് ഇഫക്റ്റീവ് റെസ്പോൺസസ് ആണ്. ദാറ്റ് മീൻസ് കുട്ടികൾ എന്ത് ചെയ്യണം, അവർ പഠിച്ച ടോപ്പിക്, ഇന്നെടുത്ത ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇമോഷണലായി റിയാക്ട് ചെയ്യാം. അഥവാ ആക്റ്റീവ് ലേണിംഗ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ടോ ഈ പഠിക്കാൻ പോണ സെൽഫ് ലേണിങ്ങിനെ കുറിച്ചിട്ടോ അവർക്ക് എന്താണ് ഇമോഷണൽ ആയിട്ട് പറയാനുള്ളത്. സോ ഇവിടെ നമ്മൾ അവരുടെ ആൻസർ ഉണ്ട്, അവരുടെ ഇമോഷൻ ഉണ്ട്. ആ ടോപ്പിക്കിനെ അവരെങ്ങനെയാണ് ഏറ്റെടുത്തത് എന്നുള്ള കാര്യം കൂടിയും അവിടെ നമുക്ക് കാണാൻ പറ്റും. 3 ഡെയിലി അസൈൻമെന്റ്സ് ആണ്, ചെറിയ ചെറിയ വർക്കുകൾ കൊടുക്കുക. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കുട്ടികൾക്ക് കൊടുക്കുന്ന ഡെയിലി അസൈൻമെന്റ് നമ്മൾ വിളിക്കുന്ന പേരെന്താ, ഹോംവർക്ക്. ഹോംവർക്ക് അല്ലെ. ഫോളോ അപ്പ് ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ, ഫോളോ അപ്പ് ആക്ടിവിറ്റി. റൈറ്റ്, നമ്മൾ എന്നും ഹോംവർക്ക് തന്നെ പറയണ്ട, ഇടയ്ക്കൊന്ന് ഫോളോ അപ്പ് ആക്ടിവിറ്റി ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു വിരസത മാറി കിട്ടിക്കോളും. പിന്നെ റീഡിങ് ക്വിസ് ആണ്. ക്വിസ് അതൊക്കെ അഥവാ നമ്മള് കുട്ടികൾക്ക് പിന്നെ എന്താ പറയാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും കൊടുക്കുന്നു. അതനുസരിച്ച് നമ്മളൊരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ, അല്ലെങ്കിൽ അതേപോലെ അവർ വായിക്കുന്നു, അവർ ആൻസർ ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ ചോദ്യങ്ങൾ നാളെ ചോദിക്കുന്നു. അത് ക്വിസ് പോലെ, ഒരു ക്വിസ് കോമ്പറ്റീഷനെ പോലെയൊക്കെ നടത്താം. 5 ക്ലാരിഫിക്കേഷൻ പോസ് എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്, ടീച്ചർ പ്രൊവൈഡ്സ് എ പോസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ക്ലാരിഫിക്കേഷൻസ് വൈൽ ടീച്ചിങ് ഡിഫിക്കൽട്ട് കോൺസെപ്റ്റ്. അപ്പൊ നമ്മളൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ആയ ഒരു കോൺസെപ്റ്റ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലേ അതിങ്ങനെ അതിന്റെ ഒരു ഇൻട്രോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ചു നേരം നിർത്തി കൊടുക്കുക. യു ക്യാൻ ആസ്ക് യുവർ ഡൗട്ട്സ്. മനസ്സിലായോ? ഇനി അതിന്റെ ഒരു 2 ഫീച്ചേഴ്സ് പറഞ്ഞാൽ വീണ്ടും നമ്മളൊന്ന് പോസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. വീണ്ടും അവർ പറയാം, സംശയം ഉണ്ടോ, മനസ്സിലായോ, ചോദിച്ചോളൂ. ഇതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഒരു പോസ് ഇട്ട് കൊടുത്താല് കുട്ടികൾക്ക് അതുവരെ മനസ്സിലായോ അല്ലേ എന്നുള്ളത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അതാണ് ക്ലാരിഫിക്കേഷൻ പോസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ എല്ലാ ക്ലാസ് റൂമിൽ ചെയ്യുന്നതായിരിക്കും, എല്ലാതും ഇല്ലെങ്കിലും പലതും ചെയ്യുന്നതായിരിക്കും. പക്ഷെ അതിനിങ്ങനെ ഒരു പേരിട്ടു എന്ന് മാത്രമേ കാണേണ്ടതുള്ളൂ. ഓക്കെ, ഇനി 6ാമത്തത് സോക്രട്ടിക് മെത്തേഡ് എന്നുള്ളതാണ്. ഇവിടെ ആക്ച്വലി ക്വസ്റ്റ്യൻ ആൻസർ മെത്തേഡ് ആണ്. സോക്രട്ടീസ് പ്രൊമോട്ട് ചെയ്ത ഒന്നാണ്. നമ്മൾ കുട്ടിയോട് ചോദ്യം ചോദിച്ച് ആൻസർ കണ്ടെത്തുക. ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ഒരു പാഠഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് അവര് ആ ടെക്സ്റ്റിനെ റെഫർ ചെയ്ത് ആൻസർ പറയുന്നതുണ്ട്. അതല്ല, ഇതെല്ലാം കഴിഞ്ഞ് പഠിച്ചു കഴിഞ്ഞിട്ട് ആൻസർ ചെയ്യുന്നതുണ്ട്. മനസ്സിലായോ? 2 സിറ്റുവേഷൻ മനസ്സിലായോ? നമ്മളല്ലേ സാധാരണഗതിയിൽ, ഒരു മിനിറ്റ് പറയട്ടെ, സാധാരണഗതിയിൽ ഒരു 3 വ്യത്യസ്തമായ സമയങ്ങളിൽ നമുക്ക് കുട്ടിയോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്, അവരുടെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് അവർക്ക് എന്തറിയാം എന്ന് നമുക്കറിയാൻ വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന്, മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. 2ാമത്തത്, നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ആ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് കിട്ടിയോ എന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതിന്റെ ആൻസർ അവർക്ക് നമ്മൾ നമ്മൾ ബോർഡിൽ എഴുതിയത് ബോർഡിൽ നോക്കിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ അവര് ലെക്ചർ നോട്ട് എഴുതിക്കണമെങ്കിൽ അത് നോക്കിയിട്ടോ, ടെക്സ്റ്റ് നോക്കിയിട്ടോ ഒക്കെ അവർക്ക് ആൻസർ ചെയ്യാം. അവർ ജസ്റ്റ് ട്രാക്കിലുണ്ടോ, അവർക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് 2ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. 3ാമത്തത്, പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം
ഇവർക്ക് ഇത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടി. അതിൽ ഓരോ കുട്ടിയും ശ്രദ്ധിച്ചോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ടൈമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെ 3 സന്ദർഭങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, ഇത് നമ്മൾ സ്കഫോൾഡഡ് റീഡിംഗ് ഓർ സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ്, കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയൂ കേട്ടോ. സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് എന്നൊക്കെയാണ് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല്, നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ, ഒരു ടേം പറയുമ്പോൾ അതിന്റെ സയന്റിഫിക് ആയ അല്ലെങ്കിൽ അതിന്റെ ഫോർമൽ ടേംസ് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ടീച്ചർ കുറെ നിങ്ങൾക്ക് ടീച്ചിങ് മാനുവൽ എഴുതാനുണ്ടാവും. ഓക്കെ, ടീച്ചിങ് മാനുവൽ അല്ലെങ്കിൽ ലെസൺ പ്ലാൻ എഴുതാനുണ്ടാവും. അപ്പൊ ആ സമയത്ത് ടീച്ചർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് നമ്മൾ സ്കഫോൾഡഡ് ക്വസ്റ്റ്യൻ, സ്കഫോൾഡിംഗ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു എന്നൊക്കെ ടീച്ചർ എഴുതുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അത് നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡിന് വേണ്ടിയാണ് പറയുന്നത്. സോ 7 സ്റ്റുഡന്റ് സമ്മറി ആണ്. ആഫ്റ്റർ എ സ്റ്റുഡന്റ് ആൻസർ ദ ക്വസ്റ്റ്യൻ, അനദർ സ്റ്റുഡന്റ് ഹാസ് ടു സമ്മറൈസ് ദ ഗിവൺ ആൻസർ. നമ്മളൊരു കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, നമ്മളൊരു ക്ലാസ്സിൽ ടോപ്പിക് പഠിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ ഒരു കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ കുട്ടി ആൻസർ പറഞ്ഞു സങ്കല്പിക്കാം. ഈ ആൻസർ പറഞ്ഞ കുട്ടിന്റെ ആൻസർ മറ്റൊരു കുട്ടി സമ്മറൈസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഞാൻ എ എന്ന കുട്ടിയോട് ക്വസ്റ്റ്യൻ ചോദിച്ചു. എ എനിക്ക് ആൻസർ തന്നു. ബി എന്ത് ചെയ്യണം, എ എന്താണ് ആൻസർ ചെയ്തത് എന്നുള്ളത് ഒന്ന് സമ്മറൈസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെയൊക്കെ നമുക്ക് ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ സ്ട്രാറ്റജീസ് ആണ് കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാനും അല്ലെങ്കിൽ അവർ കൂടുതൽ ശ്രദ്ധിക്കാനും വേണ്ടിയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി 8 ഫിഷ് ബോൾ മെത്തേഡ് എന്നുള്ളതാണ്. ഇവിടെ എ കാർഡ് ഈസ് ഗിവൻ ടു ഓൾ സ്റ്റുഡൻസ് വിത്ത് നെയിം ഇനീഷ്യലി. കുട്ടികൾക്ക് അവരുടെ പേര് എഴുതിയ ഒരു കാർഡ് നമ്മൾ കൊടുക്കുകയാണ്. At last they write 2 questions regarding difficult concepts and put it in a box. നമ്മളൊരു ഫിഷ് ബോൾ പോലുള്ള അല്ലെങ്കിൽ ഒരു ബോക്സിൽ ഇവരെന്ത് ചെയ്യുന്നു, അവരുടെ പേര് അതിമുണ്ടാവും, അവരുടെ ഡൗട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു 2 ക്വസ്റ്റ്യൻസ് അവർ എഴുതിയിട്ട് ഈ ഒരു ബോക്സിൽ ഇടുന്നു. The next day teacher will collect, arrange, read, discuss the question. അടുത്ത ദിവസം ടീച്ചർ വന്നിട്ട് ഓരോ ചോദ്യം എടുക്കും. അതിങ്ങനെ ഇതാണ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ ആൻസർ. അവരെന്ത് ചെയ്യുന്നു, ഒരു ആൻസർ ഡിസ്കസ് ചെയ്യും. ശരിക്കും പറഞ്ഞാല് ടീച്ചർ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് പകരം ഇന്നലെ കുട്ടികൾ എഴുതിയിട്ട ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, ടീച്ചർ ഇന്ന് വന്ന് അതെല്ലാം വായിച്ച് കുട്ടികളെ മുന്നിൽ നിന്ന് തുറന്ന് അത് വായിച്ച് അതിന്റെ ആൻസർ അവർ ഡിസ്കസ് ചെയ്യുന്നു. ഇതാണ് ഫിഷ് ബോൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ സംഭവം സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോക്സ് ഉണ്ടാക്കുക, കുട്ടിയോട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറയാം, അത് അടുത്ത ദിവസം എടുത്തിട്ട് വായിക്കുക, അതിന് ആൻസർ കണ്ടെത്തുക. ഓക്കെ, പിന്നെ 9 ഫിംഗർ സിഗ്നൽ എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് വേണ്ടിയുള്ളതാണ്. ആ സമയത്ത് ലെറ്റ് ദം ഇൻഡിക്കേറ്റ് ദ ആൻസർ ബൈ ഫിംഗർ എന്നുള്ളതാണ്. അവരെന്ത് ചെയ്യണം, ആൻസർ പിന്നെ ഇപ്പൊ നമ്മള് എ ബി സി ഡി ഓപ്ഷൻസ് കൊടുക്കണം. ശരിക്കും എന്ത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്താ, MCQ എന്ന് തന്നെ പറയാം. അതെന്ത് സാധനം, ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻസ്. എന്തത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കണേ അല്ലേ. ഇതൊക്കെ ഇപ്പൊ ആർക്കും അറിയാത്തെ, ചിലപ്പോ ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിലോ. അതാണ് MCQ എന്നാണ് കേട്ടോ. MCQ എന്ന് പറയാം. അവിടെ എന്തുണ്ടാവും, ഒരു ചോദ്യവും 3 or 4 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ, എ ബി സി ഡി. അപ്പൊ എ ആണെങ്കിൽ നിങ്ങൾ ചെറുവിരൽ പൊക്കണം, ബി ആണെങ്കിൽ മൂതവിരൽ പൊക്കണം, ഡി ആണെങ്കിൽ നടുവിരൽ പൊക്കണം, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ഫിംഗേഴ്സിന് നമ്മൾ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി എന്ന രൂപത്തിലൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. ഇവരെന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആൻസർ ഉറക്കെ വിളിച്ചു പറയേണ്ടതില്ല. ഇപ്പോ ബി ആണെങ്കിൽ ഒരു വിരല് അല്ലെങ്കിൽ സി ആണെങ്കിൽ ഇന്ന വിരല്, അത് പൊക്കിയാൽ മാത്രം മതി. റൈറ്റ്, അങ്ങനെ ഒരു ടെക്നിക്ക് മാത്രമാണത്. ഫിംഗർ സിഗ്നൽ മനസ്സിലായോ? ഈ ഫിംഗർ സിഗ്നൽ നിങ്ങൾ വേറെ എവിടെ കണ്ടുകണേ? ഹലോ, ടോയ്ലറ്റ് പോവാൻ നേരത്തെ ടോയ്ലറ്റ് ചെറിയ വല്ല ഇങ്ങനെ നോക്കി കൊടുക്കും അല്ലേ? വേറെ ഒരു റിയൽ ലൈഫ് സിറ്റുവേഷൻ വേറെ കണ്ടോ? ഡ്രൈവിംഗ് സിഗ്നൽസ്. എക്സാം ഹാളിൽ ആരോ കണ്ടുകളല്ലോ. ഓക്കെ, ചോദിക്കലുണ്ട്. ബസ്സിൽ പോകാറുണ്ടോ? ബസ്സില് സർ ഐ ലവ് യു കാണിക്കാൻ. ഓ, നമ്മളെ പ്രായം അത് കഴിഞ്ഞു പോയതുകൊണ്ടേ. കണ്ടക്ടർ കാണിക്കലുണ്ട്. കണ്ടക്ടർ ആരോടാ, എന്നോടോ? എന്നോടല്ല. അപ്പം കണ്ടക്ടർ അല്ല, ക്ലീനർ അല്ലേ കാണിക്കല്? സോറി ക്ലീനർ മാറിപ്പോയതാ. അല്ല, മാറും. റൈറ്റ്. അപ്പം അവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെ, ശരിക്കും ഇങ്ങനെ അതൊരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്.
ഇവിടെയും ടീച്ചറും സ്റ്റുഡന്റും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് ആക്ച്വലി. അവർ ടീച്ചർ എന്ത് ചെയ്യാണ്, ഇന്ന സിഗ്നൽ കാണിച്ചാൽ ഞാൻ ഇതാണ് അർത്ഥമാക്കുക എന്നൊക്കെ കുട്ടികളുമായി ഒരു ടൈപ്പിലെത്താണ്. ഓക്കെ, സോ നെക്സ്റ്റ് ഫ്ലാഷ് കാർഡ്സ് ആണ്. ഫ്ലാഷ് കാർഡ് എന്നുള്ള സാധനം കേട്ടണോ? നമുക്കില്ലേ പ്ലക്കാർഡ്, ഫ്ലാഷ് കാർഡ്, കട്ടൗട്ട്, ഇതിനുള്ള 2-3 ടേംസ് ഒരേപോലെ വരുന്ന 3 സാധനം ഉണ്ട്. ഈ മൂന്നിനും കുറിച്ചൊരു ആധികാരികമായിട്ട് ആർക്ക് പറയാൻ പറ്റുക? ഫ്ലാഷ് കാർഡ്, പ്ലക്കാർഡ്, കട്ടൗട്ട്. ഈ പ്ലക്കൗട്ട് ഇട്ടുവാണെങ്കിലും ഫ്ലാഷ് കാർഡും പ്ലക്കാർഡും ഇതെന്താ സാധനങ്ങള്? ഇത് തമ്മിൽ എന്താ ഡിഫറൻസ്? ഫ്ലാഷ് കാർഡും പ്ലക്കാർഡും തമ്മിൽ ഡിഫറൻസ് എന്താ? ചെറിയ ചെറിയ കാർഡ്സ് ആണോ സർ ഫ്ലാഷ് കാർഡ്സ്? ഫ്ലാഷ് കാർഡ് ചെറുത്, അപ്പൊ പ്ലക്കാർഡ് എത്ര വലുതുണ്ടാവും? പ്ലക്കാർഡ് നമ്മളങ്ങനെ കയ്യിൽ പിടിച്ച് നിക്കൂലേ? അതിലെന്താ? അതിലൊരു സ്റ്റിക്ക് ഉണ്ടാവും. സ്റ്റിക്ക് ഉണ്ടാവും. പിന്നെ അതിലെന്താ എഴുതിയിട്ടുണ്ടാവുക? സ്ലോഗൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവുക. അതിങ്ങനെ പിടിച്ച് നിൽക്കാനുള്ളതാണ്, ജസ്റ്റ് ഫ്ലാഷ് ചെയ്യാനുള്ളതല്ല അല്ലെ. കുറെ സമയം എന്ത് ചെയ്യണം, അതവിടെ ഷോ ചെയ്യണം. അതാണ് പ്ലക്കാർഡ്. പ്ലക്കാർഡിന്റെ സ്പെല്ലിംഗ് അറിയോ? PLU അല്ല, പ്ലക്കാർഡ് ആണ്. അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഫ്ലാഷ് കാർഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ചെയ്ത് പോകാനുള്ള കാർഡ്സ് ആണ്. ജസ്റ്റ് കാണിക്കാൻ എടുത്തു വെക്കുക, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ എടുത്തു വെക്കുക. വേർഡ്സിനെ നമുക്ക് ഫ്ലാഷ് കാർഡിൽ കാണിക്കാം, ക്വസ്റ്റ്യൻസ് ഫ്ലാഷ് കാർഡിൽ കാണിക്കാം. ഇവിടെ ടീച്ചർ ഷോസ് ക്വസ്റ്റ്യൻ ഇൻ ഫ്ലാഷ് കാർഡ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് ടീച്ചർ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടാവും ഒരു ചാർട്ടിന്റെ ചെറിയ പീസിൽ. അത് കുട്ടികൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും, എന്നിട്ട് എടുത്തു വെക്കും. ഓക്കെ, അതാണ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത്. ദെൻ ഷെയർ ലേണിംഗ് ഇൻ പെയർ എന്നാണ് നെക്സ്റ്റ് ഒരു സ്ട്രാറ്റജി പറഞ്ഞത്. അത് ഗ്രൂപ്പ് ലേണിംഗ് ആണ്. സ്റ്റുഡൻസ് ആർ ഗ്രൂപ്പ്ഡ്, ദെൻ ദേ ഷെയർ ദെയർ നോളജ്. അത് ആ ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ദെൻ 12 ഡിസ്കഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ അവരെന്ത് ചെയ്യുന്നു, പെയറായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടോ ഇരിക്കുന്നു. അവർ സർക്കിൾ ആയിട്ട് ഇരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇപ്പൊ ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ എന്തിനാണെങ്കിലും സർക്കിൾ രൂപത്തിൽ കിട്ടുകയാണെങ്കിൽ അതാണ് ബെറ്റർ. പക്ഷെ ബെഞ്ചിലാവുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് ഇരിക്കാൻ വേണ്ടി പറയാൻ ശ്രമിക്കുക. ദെൻ ആൻസർ ദ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ദെയർ മീനിങ്. ദെൻ ലാസ്റ്റ് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ ഓഫ് അനദർ സ്റ്റുഡൻസ് വർക്ക് ആണ്. ഒരു കുട്ടി ഒരു ആൻസർ ചെയ്താല് നമ്മൾ എന്ത് ചെയ്യുക, അത് ആ ആൻസർ വേറൊരു കുട്ടിനെ കൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുക. ഞാൻ സാധാരണ ഈ ക്ലാസ് ടെസ്റ്റ് ഉണ്ടല്ലോ, ക്ലാസ് ടെസ്റ്റിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? ക്ലാസ് ടെസ്റ്റിന്റെ ശരിക്കുള്ള പേരെന്താണെന്ന് അറിയോ? അസസ്മെന്റ് ടെസ്റ്റ് ആണോ? അസസ്മെന്റ് എന്ന് പറയും. ഓക്കെ, റൈറ്റ്. നല്ലല്ലേ? ഈ ക്ലാസ് ടെസ്റ്റ് എടുത്തപ്പോൾ ഞാൻ ചെയ്യാറുള്ള ഒരു സ്ട്രാറ്റജി എങ്ങനെ വെച്ചാൽ ഒരു 1-2 ടിപ്സ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. ഒന്ന്, ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി കൊടുക്കും. നമ്പർ 1 ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്സ് ആണ്. ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി കൊടുക്കും. 2, അതിന്റെ ആൻസർ നോക്കുക സ്റ്റുഡൻസ് ആണ്, ഞാനല്ല. അവർക്ക് അതിനുള്ള ആൻസർ കീ കൊടുക്കും, എങ്ങനെ ആൻസർ ചെയ്യുന്നത് കൊടുക്കും, എത്ര മാർക്ക് വരെ കൊടുക്കാം, ഓരോന്നും. ഇപ്പൊ ഇന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇന്ന മാർക്ക് കുറക്കാം, ഇത്ര ലെങ്ത് ഉണ്ടെങ്കിൽ ഇത്ര മാർക്ക് കൊടുത്താൽ മതി എന്നുള്ള കുറെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് സ്റ്റുഡൻസ് ആണ് അവരുടെ പേപ്പർ നോക്കുക. അഥവാ പിയർ അസസ്മെന്റ് ആണ് അവിടെ ഞാൻ നടത്താറുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി കൊടുക്കുന്നതും അല്ലാത്തതും തമ്മിൽ എന്താ ഡിഫറൻസ്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി കൊടുക്കണോ വേണ്ടേ? ക്ലാസ് ടെസ്റ്റിനാ പറയുന്നത് കേട്ടോ. മുൻകൂട്ടി കൊടുക്കുമ്പോ അത്ര ക്വസ്റ്റ്യൻസ് എങ്കിലും അവര് തറോ ആയിട്ട് പഠിച്ചിട്ട് വരും. അതിനെ ആ യൂണിറ്റിൽ നിന്നുള്ള മൊത്തം ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവും. പക്ഷെ അവർക്ക് മുൻകൂട്ടി ഒരു ഏരിയ കിട്ടിയാൽ അവർ കൃത്യമായി പഠിക്കും. ഇപ്പൊ ഇയാൾ പറഞ്ഞ പോലെ കൃത്യമായിട്ട് പഠിക്കും. അതാ യൂണിറ്റ് മുഴുവണ്ടെങ്കിലും പഠിക്കും, കുറച്ചാണെങ്കിലും പഠിക്കും. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരും. എന്താണ് ക്വസ്റ്റ്യൻ, ഏത് മേഖലയിൽ നിന്ന് വരും എന്ന് നമുക്കറിയില്ലല്ലോ. ഒരു ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരും, കിട്ടുന്ന വരെ എഴുതി പോകും. രണ്ടാമത്തെ ഞാൻ പറഞ്ഞ രീതിയാണെങ്കിൽ അവരെന്ത് ചെയ്യും, എന്നും ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല, ഈ രൂപത്തിലും ചെയ്യാം. ഓക്കെ, പിന്നെ കുട്ടികളുടെ ആൻസർ നോക്കുമ്പോൾ അതിന് അവർക്ക് ഒന്ന് കൃത്യമായ ആൻസർ ഒരു പഠിക്കും. 2, എങ്ങനെ എഴുതിയാലാണ് മാർക്ക് കിട്ടുക, എന്തൊക്കെ മിസ്റ്റേക്ക് വരുത്തിയാൽ മാർക്ക് കിട്ടൂല എന്നുള്ള കാര്യം കൂടി അവർ പഠിക്കും. ഓക്കെ, അതൊന്ന് ചെയ്തു നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്. സോ നമ്മളിപ്പോ ഇത്ര നേരം നോക്കിയത് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളതാണ്. ഏകദേശം 13 പോയിന്റ്സ് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഓരോന്ന് നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ അതോടുകൂടി നമ്മുടെ ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളത് അവിടെ താൽക്കാലികമായി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ടോപ്പിക് സെൽഫ് ലേണിംഗ് ആണ്.
മുന്നോട്ട് പോട്ടെ? ഷുവർ. ആർക്കെങ്കിലും ഇന്റർവെൽ വേണോ? ഇന്റർവെൽ വേണോ ചോദിക്കാം. സാധാരണ അങ്ങനല്ല, ഒരു പീരീഡ് കഴിഞ്ഞാല് നമ്മൾ ഇന്റർവെൽ കൊടുക്കൂലേ? നിങ്ങൾ ഭയങ്കര ആത്മാർത്ഥമുള്ള ആളുകളും തീരെ ഇന്റർവെൽ എടുക്കാത്ത ആളുകളും റെസ്റ്റ് എടുക്കാത്ത ആളുകളൊക്കെയാണ്. അതല്ല, കുട്ടി ഉണരുമ്പോഴേക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്താൽ നോക്കിയാണല്ലോ. ഓക്കെ, റൈറ്റ്. ചില മിക്കവാറും കുട്ടികള് നിങ്ങളെ മുന്നിൽ ടീച്ചർമാരാവും ചിലപ്പോ, കാരണം അവരിതിങ്ങനെ കേട്ടേ. സോ എനിവേ സെൽഫ് ലേണിംഗ് ആണ്. സെൽഫ് ലേണിംഗ് എന്ന ടേമിൽ തന്നെ ഒരു മീനിങ് ഉണ്ട്. ഓക്കെ, ലേണിംഗ് മൈസെൽഫ് ആണ്, അല്ലെങ്കിൽ വൺ സെൽഫ് ആണ്. സോ എന്താണ് അതിന്റെ മീനിങ്? ലേണിംഗ് വിത്തൗട്ട് ദ അസിസ്റ്റൻസ് ഓഫ് ടീച്ചർ എന്നാണ് കേട്ടോ. ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു മദറിന്റെയോ വേറൊരാളുടെ അസിസ്റ്റൻസ് ഇല്ലാതെ സ്വയം പഠിക്കുക. ഓക്കെ, ഇപ്പത്തെ നിങ്ങൾ ആരെങ്കിലും ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡിഗ്രിയോ PGയോ ഒക്കെ എടുത്ത ആളുകളുണ്ടാവും. ആണ്ട് ആ മെറ്റീരിയലിന്റെ പേരെന്താ? അതിന് എഴുതിയൊരു വേർഡ് ഉണ്ട്, വെരി ഗുഡ്. സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്നാണ് എഴുതിക്കണേ. അപ്പൊ നിങ്ങളൊക്കെ സെൽഫ് ലേണിംഗ് നടത്തിയ ആളുകളാണ്. സോ അത്തരത്തിലുള്ള ലേണിംഗിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലേണിംഗിന്റെ മറ്റൊരു പേർപ്പസ്. ഓക്കെ, ലേണിംഗ് ഇൻ വൺസ് ഓൺ എഫേർട്ട് എന്നുള്ളതാണ്. ഞാൻ എന്റെ എഫേർട്ട് കൊണ്ട് ഞാൻ പഠിക്കുന്നതിനെയാണ് സെൽഫ് ലേണിംഗ്. നമ്മൾ ഇത്രയും കാലം പഠിച്ചത് പിന്നെ വേറെ ആരെങ്കിലും എഫേർട്ട് കൊണ്ടാണ് പഠിച്ചത്? ടീച്ചേഴ്സിന്റെ അസിസ്റ്റൻസ് കൊണ്ട്. ടീച്ചേഴ്സിന്റെ അസിസ്റ്റൻസ് അല്ലേ? ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ടീച്ചേഴ്സിന്റെ ത്രെട്ടനിങ് ആയിരുന്നു. ഇപ്പൊ ടീച്ചേഴ്സിന്റെ അസിസ്റ്റൻസ് ആണ് അല്ലേ? ഇനി നിങ്ങള് ഫീൽഡിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ നിങ്ങൾ പോണ കാലത്ത് ടീച്ചേഴ്സിന്റെ റിക്വസ്റ്റ് ഒക്കെ ഉണ്ടാവുക. കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ ചെറുതാവുകയും സ്റ്റുഡൻസ് വലുതാവുകയും ചെയ്യും. അങ്ങനെ തന്നെ അല്ലേ? ഹലോ, നമ്മൾ സാധാരണ ക്ലാസ്സിലേ ഒരു കരാറ് വെക്കാറുണ്ട്, ഒരു ഡിമാൻഡ്. ഞാൻ അപ്പോ ഹലോ എന്ന് പറയുന്നുവോ അപ്പൊ നിങ്ങൾ ഹായ് പറയണം എന്നുള്ളതാണ് ഡിമാൻഡ്. ഞാൻ നിങ്ങളടുത്ത് വെക്കണമെന്നില്ല, നിങ്ങൾ വലിയ വലിയ ആൾക്കാരാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ വെക്കാം. ഹലോ എന്ന് ഞാൻ എപ്പോ പറഞ്ഞാലും നിങ്ങൾ എനിക്ക് ഹായ് എന്ന് പറഞ്ഞോളണം. നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് തോന്നുകയാണ് ഒരു 4 ആൾ കളിക്കാണ്, ജസ്റ്റ് ഹലോ എന്ന് പറയാം. അവരെന്ത് ചെയ്യണം? ഹായ് എന്ന് പറയണം. ആ ഹായ് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഞാൻ എങ്ങനെയാണോ ഏത് ടോണിലാണോ ഹലോ പറയണത് അതേ ടോണിൽ തിരിച്ചും പറയണമെന്നാണ്. ഇപ്പൊ തുടരും ഫിലിമിലുള്ള എന്തോ കേട്ടില്ല. തുടരും ഞാൻ സിനിമ കാണാറില്ല, എന്നോടാണോ അതിനെ പറ്റി ചോദിക്കണത് പറയണത്? ലാലേട്ടന്റെ ഫിലിം ഒന്നും കാണുന്നില്ല സാർ? ലാലേട്ടനൊന്നും എനിക്കറിയില്ല. ഞാൻ ബിഗ് ബോസ് ആണ്, സിനിമ കാണാറില്ല, ഒന്നും കാണാറില്ല. സോ ലേണിംഗ് വിത്തൗട്ട് ദ അസിസ്റ്റൻസ് ഓഫ് ടീച്ചർ ആണ്. ലേണിംഗ് ഇൻ വൺസ് ഓൺ എഫേർട്ട് ആണ്. തേർഡ് പോയിന്റ് ഓൾസോ കോൾഡ് സെൽഫ് ടീച്ചിങ് അല്ലേ? ഞാനേ സാധാരണ പറയാറുണ്ട് ദ ബെസ്റ്റ് വേ ടു ലേൺ ദാറ്റ് ഈസ് ടു ടീച്ച് എന്നുള്ളതാണ്. നമുക്ക് ഏറ്റവും പഠിക്കാനുള്ള ഒരു ലേണിംഗ് സ്ട്രാറ്റജിയിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയൊരു സാധനം എന്ന് പറയുന്നത് സെൽഫ് ടീച്ചിങ് ആണ്. അല്ലെങ്കിൽ ടീച്ചിങ് ഈസ് ദ ബെസ്റ്റ് വേ ടു ലേൺ. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും ചെയ്തു നോക്കണോ അറിയില്ല. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ബ്രദേഴ്സിന് മക്കളുണ്ട്, ചെറിയ മക്കൾ, അവർ എന്ന് 2 വയസ്സ് 3 വയസ്സൊക്കെയാണ്. അവരൊക്കെ കാര്യമായി പഠിപ്പിച്ചിരുന്നു. അപ്പൊ അതേപോലെ നിങ്ങളെ മക്കളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അടുത്തുള്ള ആരെ വേണിച്ച പഠിപ്പിക്കുക. ഓക്കെ, പിന്നെ സെൽഫ് ഇൻസ്ട്രക്ഷൻ, ഓട്ടോ ഇൻസ്ട്രക്ഷൻ, ഇങ്ങനൊക്കെ ഇതിന് പേരുകളുണ്ട്. സെൽഫ് ടീച്ചിങ്, സെൽഫ് ഇൻസ്ട്രക്ഷൻ, ഓട്ടോ ഇൻസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുകളുണ്ട് സെൽഫ് ലേണിങ്ങിന്. ഓക്കെ, സോ ഈ സെൽഫ് ലേണിങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് കോണ്ടന്റ് മേ നോട്ട് സ്യൂട്ടബിൾ എന്നുള്ളതാണ്. ചില മോസ്റ്റ് സബ്ജക്റ്റിലാണെങ്കിലും ചില സമയം ടഫായ സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ഈ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അത് ഒരു സെൽഫ് ലേണിങ്ങിന് സ്യൂട്ടബിൾ ആകണമെന്നില്ല. നമുക്കൊരു ഗൈഡൻസ് അല്ലെങ്കിൽ അസിസ്റ്റൻസ് നമുക്ക് നിർബന്ധമായും കിട്ടേണ്ടി വരും അല്ലേ? കാരണം എല്ലാ ടോപ്പിക്കും സെൽഫ് ലേണിങ്ങിന് പറ്റുന്നതാണെങ്കിൽ സ്കൂളിൽ ടീച്ചേഴ്സിന്റെ ആവശ്യമില്ലല്ലോ. സോ എല്ലാ ടോപ്പിക്കും പറ്റണമെന്നില്ല, പറ്റുന്ന ടോപ്പിക്കുകൾ കുട്ടികളെ കൊണ്ട് സെൽഫ് ലേണിംഗ് നടത്തിപ്പിക്കണം എന്നുള്ളതാണ്
പറയുന്നത്. എന്താണ് അതിന്റെ ഡെഫിനിഷൻ? കളക്ടിങ് ഇൻഫർമേഷൻ ബൈ വൺസ് ഓൺ എഫേർട്ട്. ഞാൻ എന്റെ എഫേർട്ട് കൊണ്ട് എനിക്ക് ഡാറ്റ അല്ലെങ്കിൽ എനിക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. പ്രോസസിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദം വിത്തൗട്ട് ദ അസിസ്റ്റൻസ് ഓഫ് അതേഴ്സ്. അല്ലെ, വേറൊരാളുടെ അസിസ്റ്റൻസ് ഇല്ലാതെ ഞാൻ എന്റേതായ എഫേർട്ട് കൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആൻഡ് റിറ്റെയിനിങ് ദം ഇൻ മെമ്മറി. അങ്ങനെ ഞാൻ ഈ ഒരു അറിവുകളെ എന്റെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്നു. ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ലേണിംഗ്. സോ ഇവിടെ വേറൊരാളുടെ അസിസ്റ്റൻസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. വേറൊരാളുടെ അസിസ്റ്റൻസ് ഇല്ലെങ്കിൽ ഞാൻ എന്റെ എഫേർട്ടാണ്, ഞാൻ സ്വയം അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് സെൽഫ് ലേണിംഗ്. സോ ക്യാരക്ടറിസ്റ്റിക്സ് വീണ്ടും അത് ഇനി റിപ്പീറ്റ് ചെയ്യും. സെൽഫ് മോട്ടിവേഷൻ വിൽ ബി ഹൈ. സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്ന ഒരാളെ സംബന്ധിച്ച് സെൽഫ് മോട്ടിവേഷൻ ഹൈ ആയിരിക്കും. നമുക്ക് ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ ഈ സെൽഫ് എന്ന വാക്ക് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ലേണിംഗ് നടത്താം, സെൽഫ് മോട്ടിവേഷൻ നടത്താം, പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുക? സെൽഫിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? സെൽഫ് അസസ്മെന്റ്. സെൽഫ് അസസ്മെന്റ് നടത്താം. പിന്നെ സെൽഫ് പണിഷ്മെന്റ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും അല്ലെ. ഇന്ന് നാളെ ഞാൻ നേരത്തെ എണീറ്റിട്ടില്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് അല്ലെങ്കിൽ 5 മണിക്ക് മുമ്പ് എണീറ്റിട്ടില്ലെങ്കിൽ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റ് കട്ട് പറ്റുമോ? ഓക്കെ. അത്തരത്തിലാണെങ്കിൽ ഞാൻ നാളെ 1 മണിക്കൂർ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ഫോൺ എടുത്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ കൊടുക്കുന്ന പണിഷ്മെന്റ്. റൈറ്റ്. അപ്പൊ സെൽഫ് പണിഷ്മെന്റ് എന്നുള്ള സാധനം ഉണ്ട്. വളരെ പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാൽ ഭയങ്കര എഫക്റ്റീവായിട്ട് നമുക്കത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. ദെൻ സബ്ജക്ട് ഈസ് ഫൗണ്ട് ഡിഫിക്കൽട്ട്, ഹൈ സെൽഫ് കോൺഫിഡൻസ് നീഡഡ്. നമ്മൾ സബ്ജക്ട് എത്രത്തോളം ടഫ് ആവുന്നുവോ അത്രയും സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം അല്ലെങ്കിൽ സെൽഫ് ലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. സോ ദ ഗെറ്റ് എ സെൻസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നിങ്ങളെ സ്കൂളിൽ എപ്പോഴെങ്കിലും സെമിനാർ എടുത്തിട്ടുണ്ടോ? നമ്മളെന്നെ ക്ലാസ് എടുക്കാം എടുത്തിട്ടുണ്ടോ? ഓക്കെ. അങ്ങനെ സെമിനാർ എടുത്താല് ആ ടോപ്പിക് ആയിരിക്കും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ടോപ്പിക്. ആ ടോപ്പിക്ക് നമ്മൾ എന്നും ഓർത്തിരിക്കും. ആ പുസ്തകത്തിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അത് നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ടോപ്പിക്കും നമ്മൾ സെമിനാർ എടുത്തതായിരിക്കും. കാരണം നമ്മൾ അതിന് എന്തുണ്ട്, ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. മറ്റേതൊക്കെ ടീച്ചർ ഇങ്ങനെ കഥ പറഞ്ഞു, ടീച്ചർ എന്തോ സൗണ്ട് ഉണ്ടാക്കി നമ്മൾ ഇങ്ങനെ കേട്ടു അല്ലേ? റൈറ്റ്? ഹലോ. ഓക്കെ. സോ ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് ലേണിംഗ് ആണ്. സെൽഫ് ലേണിംഗിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് ഇത് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റും, വേഗം മനസ്സിലാകും. അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ലേൺ, എങ്ങനെ പഠിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുക നമ്മൾ പഠിച്ചു നോക്കുമ്പോഴാണ്. ഇറ്റ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ ലൈഫ് ലോങ് ലേണിംഗ്. പഠിച്ചത് മെമ്മറിയിൽ വെച്ച് അത് റിറ്റെയിൻ ചെയ്ത് അത് അവിടെ സ്റ്റോർ ചെയ്ത് ലൈഫ് ലോങ്ങിൽ നിൽക്കണമെങ്കിൽ സെൽഫ് ലേണിംഗ് നടത്തണം. 3 എസെൻഷ്യൽ ടു അണ്ടർസ്റ്റാൻഡ് ദ ആസ്പെക്ട് ഓഫ് ലൈഫ്. ലൈഫിന്റെ വ്യത്യസ്തമായ ആസ്പെക്ട് അല്ലെങ്കിൽ ലൈഫിലേക്ക് കണക്ട് ചെയ്യേണ്ട കുറെ പോയിന്റ്സ് അത് മനസ്സിലാക്കണമെങ്കിലും സെൽഫ് ലേണിംഗ് നടത്തണം. ഇറ്റ് മേക്സ് ടു നോ സംതിങ് അബൌട്ട് എവറി ഫീൽഡ് ആൻഡ് എവറിത്തിങ് അബൌട്ട് എ സ്പെസിഫിക് ഫീൽഡ്. നമുക്ക് എല്ലാ ഫീൽഡിനെ കുറിച്ചും അറിയണമെങ്കിലും ഒരു ഫീൽഡിനെ കുറിച്ചിട്ട് എല്ലാം അറിയണമെങ്കിലും സെൽഫ് ലേണിംഗ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷിനെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ കുറെ ഭാഷകളെ കുറിച്ച് അറിയണം, സെൽഫ് ലേണിംഗ് വേണം. ഇംഗ്ലീഷിനെ കുറിച്ച് ഒരുപാട് അറിയണം, സെൽഫ് ലേണിംഗ് വേണം. Then it is high level of motivation needed. It needs high level of motivation. So നമുക്കറിയാം എത്രത്തോളം സെൽഫ് മോട്ടിവേഷൻ ഉണ്ടോ അത്രത്തോളം സെൽഫ് ലേണിംഗ് നടത്താൻ പറ്റും. സോ ദേ ആർ സക്സസ്ഫുൾ ഇൻ ദെയർ ലൈഫ്. അങ്ങനെ ഹൈ മോട്ടിവേറ്റഡ് ആയ ഒരാളെ സംബന്ധിച്ചാണ് ഹൈ ലെവൽ ഓഫ് ലേണിംഗ് നടത്താൻ പറ്റുക, അവർക്ക് കൂടുതൽ സക്സസ്ഫുൾ ലൈഫിലേക്ക് പോകാൻ പറ്റുക. അങ്ങനെ സെൽഫ് ലേണിംഗ് നടത്തിയാൽ എന്താണ് ബെനിഫിറ്റ്? കുറെ ബെനിഫിറ്റുകൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം സിമ്പിൾ ആണ്. നമുക്കറിയാലോ, നമ്മൾ സ്വയം കുത്തിയിരുന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ എന്താണ് മെച്ചം എന്നുള്ളതാണ്. ഡെവലപ്പ് ദ എബിലിറ്റി ടു തിങ്ക് ഇൻഡിപെൻഡന്റ്ലി. നമ്മുടെ തിങ്കിങ് എബിലിറ്റി അല്ലെങ്കിൽ നമ്മുടെ തോട്ട് പ്രോസസ് ഇൻഡിപെൻഡന്റ് ആയി ചിന്തിക്കാനും ഇൻഡിപെൻഡന്റ് ആയി പ്രവർത്തിക്കാനും പറ്റുമോ? അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? നമ്മളിപ്പോ ഒരു ടോപ്പിക് പഠിച്ചതുകൊണ്ട് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയി ചിന്തിക്കാൻ പറ്റും? ഡു യു ബിലീവ് ദാറ്റ്? ഹലോ. പറ്റും. ഹൗ? ആരാണ് ഒരു ക്വിക്ക് പറ്റും പറഞ്ഞു പോയത്? നമ്മളൊരു അറിയാത്തൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് ആലോചിച്ചിട്ട് അതിന്റെ ആസ്പെക്റ്റിനെ കുറിച്ച് നമ്മൾ തന്നെ ആലോചിച്ച് അത് ഇങ്ങനെയാവും എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയും അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഫ്രീഡം കിട്ടും അല്ലേ? യെസ്, ആ ഫ്രീഡം നമ്മൾ യൂസ് ചെയ്യും. അവിടെ നമ്മൾ വളരെ സ്വതന്ത്രമായി ചിന്തിക്കും. മീനിങ്ഫുൾ ലേണിംഗ് അല്ലേ നടക്കുന്നത്? സാറ് നേരത്തെ പറഞ്ഞു മീനിങ്ഫുൾ ലേണിംഗ് അല്ലേ അവിടെ നടക്കുന്നത്? അതെ, മീനിങ്ഫുൾ ലേണിംഗ് ആണ്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, ലേൺ ടു ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി. ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ പഠനത്തിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ ഏറ്റെടുക്കാൻ പഠിക്കും. തോറ്റാലും അതിന്റെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുക്കും, ജയിച്ചാൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. ഓരോ ടോപ്പിക്കിന്റെയും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്തും. Then gain freedom to learn without restriction. എങ്ങനെയാണ് റെസ്ട്രിക്റ്റഡ് അല്ലാതെ പഠിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് എത്രത്തോളം നമ്മൾ ഫ്രീഡം വേണം, എത്രത്തോളം ചിന്തിക്കണം, എന്തൊക്കെ ഫെസിലിറ്റീസ് നമുക്ക് വേണം, എത്ര ടൈം സ്പെൻഡ് ചെയ്യണം, എന്തൊക്കെ സ്കില്ല് വേണം എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാവും. 4, they understand that they are alone responsible for their success or failure. ഏറ്റവും വലിയ തിരിച്ചറിവ് അതാണ്. നമ്മൾ വിജയിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം നമുക്കാണ്, നമ്മൾ പരാജയപ്പെട്ടാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. അല്ലെ, വിജയിച്ചാൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും നമുക്കാണ്, പരാജയപ്പെട്ടാൽ അതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. നമ്മളല്ലേ ലൈഫിൽ ഒരു സാധനം വരുമ്പോൾ, ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് വരുമ്പോൾ നമ്മൾ അതിനെ പലതും പറഞ്ഞ് മറ്റു ഡെഫിനിഷൻസ് കാണാൻ ശ്രമിക്കും. അങ്ങനെ പറയുന്നതിനൊരു പേരുണ്ട്. ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് വന്നാൽ അത് ഏറ്റെടുക്കാതെ, ഇപ്പൊ നിങ്ങളൊരു വൈകി, ക്ലാസ്സിലേക്ക് എത്താൻ വൈകി, നമ്മൾ എന്താ പറയാ, ബസ് വൈകിയതാണ്, എണീക്കാൻ വൈകി, റോഡ് പെട്ടെന്ന് മഴ പെയ്തു, പല കാരണങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കാരണം നമ്മളേക്ക് നിന്ന് മാറ്റി വെക്കും. അതിന് വിളിക്കുന്ന പേരുണ്ട്. ആർക്കെങ്കിലും അറിയോ? ഒരു മെക്കാനിസം ആണത്, മനസ്സിന്റെ മെക്കാനിസം ആണ്. സൈക്കോളജികൾ പഠിക്കും, ഡിഫൻസ് മെക്കാനിസം എന്ന് പറയാം. ഡിഫൻസ് മെക്കാനിസം കേട്ടോ? ഇല്ലെങ്കിൽ ആരെങ്കിലും വെറുതെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഒന്ന് വെറുതെ അടിച്ചു നോക്കിയാൽ മതി. ഡിഫൻസ് മെക്കാനിസം അടിച്ചാല് ഒരു 10-14 ഡിഫൻസ് മെക്കാനിസം വരും. ഒക്കെ സത്യമായിരിക്കും, വേണമെങ്കിൽ പഠിക്കാവുന്ന ടോപ്പിക്കാണ്, നിങ്ങൾക്ക് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, 4 മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലെ. നമ്മൾ ഹാർഡ് വർക്ക് ഇട്ട് നമ്മൾ പഠിച്ചാൽ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. 6 പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. കാരണം നമ്മൾ പഠിച്ച ഓരോ ടോപ്പിക്കും ഓരോ പ്രോബ്ലംസ് ആയിരുന്നു, അതിന് നമ്മൾ പഠിച്ച ഓരോ ആൻസറുകളും ഓരോ സൊല്യൂഷൻസ് ആയിരുന്നു എന്നുള്ളതാണ് സത്യം. 7 റിട്ടേൺ ഫോർ ലോങ് പീരീഡ് വാട്ട് ദേ ഹാവ് ലേൺഡ്. അവർ പഠിച്ചത് എന്ത് ചെയ്യും, കുറെ കാലം അവർക്ക് നിലനിർത്താൻ പറ്റും. 8, ഇഫ് ദർ ഈസ് ഗ്യാപ്പ് ഇൻ their education, കേട്ടോ, they can get it back. എത്ര ഗ്യാപ്പ് ഇട്ട് പഠിച്ചാലും, എത്ര അതിൽ അവർക്കൊരു ഗ്യാപ്പ് ഇടേണ്ടി വന്നാലും വീണ്ടും അവർക്ക് എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ഓക്കെ, ഇൻ their education ആണ്, their education അല്ല, എന്നല്ല their എന്നാണ് കേട്ടോ. സോ ഗ്യാപ്പ് ഇട്ട് പഠിച്ചാൽ, നമ്മളിപ്പോ ഒരു ഡെലിവറിക്ക് വേണ്ടി ഇതെടുത്തു, മാരേജിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തു, they can come back very soon, very easily. അതുപോലത്തെ ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്, അവർക്ക് ഒരുപാട് പഠിക്കാനുള്ള താല്പര്യം കൂടും. പ്ലാൻ നെക്സ്റ്റ് കോഴ്സ്, ഹയർ കോഴ്സ്, അവർക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ പറ്റും, ഒരുപാട് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിൽ അവർ കോൺഫിഡന്റ് ആയിരിക്കും, എന്താണ് അവരുടെ സ്കില്ല്, എന്താ അവർക്കുള്ള അവരുടെ വീക്ക് പോയിന്റ്, അതൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതേപോലെ ദേ പ്രൊമോട്ട് ഗുഡ് വർക്ക് എത്തിക്സ്. അവരെന്ത് ചെയ്യുന്നറിയോ, ഭയങ്കര എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ആളുകളായിരിക്കും. കാരണം ഞാൻ അധ്വാനിച്ച് പഠിച്ചു വന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു വാല്യൂ കാണുന്നു, എല്ലാവരും അതിന് വാല്യൂ കാണണം എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളായിരിക്കും. അതുപോലെ തന്നെ ദേ ഹാവ് ഫ്രീഡം ടു ഡിസൈഡ് ഹൗ മച്ച് ഡീപ്ലി ദേ ഷുഡ് സ്റ്റഡി. എത്രത്തോളം ഓരോ ടോപ്പിക്കും ആഴത്തിൽ പഠിക്കണം വേണ്ട എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. സോ സെൽഫ് ലേണിംഗ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് അവർ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും, ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരിക്കും, ഭയങ്കര എന്താ പറയാ, സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കും, ഇൻഡിപെൻഡന്റ് ആയിരിക്കും, ക്രിട്ടിക്കൽ ആയിരിക്കും, റെസ്പോൺസിബിൾ ആയിരിക്കും. ഇങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് സെൽഫ് ലേണിംഗിനുണ്ട് എന്നാണ് നമ്മൾ ഇതിന് മനസ്സിലാക്കേണ്ട പോയിന്റ്. ഇനി വീണ്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. നേരത്തെ നമ്മൾ അതിന്റെ 12 പറഞ്ഞത് വീണ്ടും പറയാണ്, സ്റ്റുഡൻസ് ക്യാൻ റെസ്ട്രിക്ട് ദ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ്. എത്രത്തോളം നമ്മൾ ചില ടോപ്പിക്കിൽ മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു റെസ്ട്രിക്ഷൻ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ഫാമിലി നോട്ട് ടു സെർവ് ദ ചിൽഡ്രൻ, ഇറ്റ് നർച്ചർ റിലേഷൻഷിപ്പ്. ഈ കുട്ടികളെ എത്രത്തോളം അവർ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയി വളരണം, അവർക്ക് എന്തൊക്കെ അസിസ്റ്റൻസ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ തീരുമാനിക്കാൻ പറ്റും. അവരുടെ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും ലേണിംഗ് എക്സ്പീരിയൻസ് വർദ്ധിപ്പിക്കാനും ഇതുകൊണ്ട് പറ്റും. അതുപോലെ തന്നെ ഈച്ച് എലിമിനേറ്റ്സ് ദ എക്സ്ക്യൂസ് ഓഫ് സ്റ്റുഡൻസ്.
കുട്ടികൾ എക്സ്ക്യൂസ് പറയാനുള്ള കാരണം അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ കുറയും. പഠിക്കാതിരിക്കാനും പഠനത്തിന് വേണ്ടി പഠിക്കാതിരിക്കാനും അവർ പല എക്സ്ക്യൂസ് പറയാൻ സാധ്യതയുണ്ട്. അതൊക്കെ കുറയാനുള്ള സാധ്യത ഉണ്ട് സെൽഫ് ലേണിംഗ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് എത്തിയാൽ. നമ്മള് ഈ സെൽഫ് ലേണിംഗിക്ക് കുട്ടി എത്തിയാല് പിന്നെ നമ്മൾ പിന്നാലെ കൂടേണ്ട ആവശ്യമില്ല, നമ്മൾ കൂടെ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മൊരു 1-2 ക്ലാസ്സിലൊക്കെ വേണമെങ്കിൽ നമുക്ക് കൂടിയിരിക്കാം. ഒരു 3ാം ക്ലാസ് മുതൽ ഒക്കെ അവർ സെൽഫ് ലേണിംഗ് പോയാൽ മാത്രമേ അവരുടെ കാര്യങ്ങൾ അവർക്ക് നോക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ 5ലും 10ലും ഒക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും. ചിലപ്പോൾ ഇപ്പോഴും ആ കുട്ടികളുടെ കൂടെ ഇരുന്നാലേ പഠിക്കുള്ളൂ, ഞാൻ ഇരുന്നാലേ പഠിക്കുള്ളൂ, ഞാൻ പറഞ്ഞാലേ ബുക്ക് എടുക്കുള്ളൂ, അങ്ങനെ ചെയ്യുന്ന കുട്ടികളില്ലേ? ഉണ്ടോ? ഒരു 2ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികൾ, അങ്ങനത്തെ കുട്ടികളുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല പറയും. സാധാരണ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്, നിങ്ങളില്ല. ആർക്കും ഉണ്ടാവും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അവരെ സെൽഫ് ലേണിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആ കുട്ടി സ്വന്തം റെസ്പോൺസിബിലിറ്റി സ്വന്തം ഏറ്റെടുത്ത് തുടങ്ങണം. അതിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സ്റ്റുഡൻസിനെ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, സോ അത് പാരന്റ്സിനുള്ള ആസ് എ പാരന്റ് നിങ്ങൾക്കുള്ള അഡ്വൈസ് ആണ്. ട്രൈ ടു വർക്ക് ഔട്ട്. ദെൻ മോർ ജോയ്ഫുൾ ആൻഡ് ഫൺ. കുട്ടികൾ എന്ത് ചെയ്യും? ആസ്വദിച്ച് പഠിക്കാൻ തുടങ്ങും. ചില കുട്ടികളുണ്ടാവും പഠനം അവർക്ക് ഭയങ്കര രസമായിരിക്കും, അവർ പഠിക്കാതെ ചോറ് കഴിക്കൂല, പഠിച്ചു കഴിയാതെ അവർ വേറെ വർക്ക് ചെയ്യൂല, അങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഇൻവോൾവ് ഇൻ ലേണിംഗ്, ഇറ്റ് വുഡ് ബി എ റിലീഫ് ഫോർ പാരന്റ്സ്. കുട്ടികൾ അവരുടെ പഠനത്തിൽ അവരെ മുഴുകുമ്പോൾ പാരന്റ്സിന് ജസ്റ്റ് ഒന്ന് അവരെ ഒന്ന് ഗൈഡ് ചെയ്താലോ, അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു കൊടുത്താൽ മാത്രം മതിയാവും, ബാക്കി അവർ ചെയ്തോളും. പല പാരന്റ്സ് പറയും, എന്റെ വലിയ കുട്ടി അവളുടെ ഗുണങ്ങൾ അവൾ നോക്കും, അല്ലെങ്കിൽ ചെറുത് ഓന് 2ലെത്തിയുള്ളൂ പക്ഷെ സ്വന്തം പഠിക്കും, വലുതിനാണ് എനിക്ക് നോക്കേണ്ടത്. ഇങ്ങനെയൊക്കെ പലതും പരസ്പരം പറയുന്ന പാരന്റ്സിനെ കാണാറുണ്ട്. Then it provides training in accessing original source. They can avoid mistakes. നമ്മൾ സ്വന്തം പഠിക്കുമ്പോൾ ഒറിജിനൽ സോഴ്സ് തേടി നമ്മൾ പോകും, നമുക്ക് ഭയങ്കര ഒതന്റിക് ആയ സോഴ്സ് തേടി നമ്മൾ പോകും. അങ്ങനെ ഒതന്റിക് ആയ സോഴ്സിന് ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ എറേഴ്സ്, മിസ്റ്റേക്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. 19ാമത്തെ പോയിന്റ്, സെൽഫ് ലേൺഡ് ഇൻഫർമേഷൻ വിൽ ബി അവൈലബിൾ വിത്ത് ദ ലെറ്റർ അറ്റ് ഫിംഗർ ടിപ്പ്. ചിലപ്പോൾ ലാക്ടർ എന്നുള്ളതായിരിക്കും അവിടെ. അപ്പൊ പിന്നീട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാല് ആ മുന്നേ പഠിച്ചത് എടുക്കാൻ കഴിയും. ഓക്കെ, പഠിച്ചു വെച്ചിട്ട് നമ്മളെ മനസ്സിലുണ്ടാകും, എപ്പോ വേണമെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയാൽ തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സെൽഫ് ലേണിംഗിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ മദേഴ്സ് ഗെറ്റ് റിലീഫ്. ഞാൻ നേരത്തെ പറഞ്ഞു, ദേ ക്യാൻ പേ അറ്റൻഷൻ ടു സ്മാൾ കിഡ്സ്. അപ്പൊ മുകളിൽ പഠിച്ച UP സ്കൂളിൽ കുട്ടി എത്തി, ആ കുട്ടി സ്വയം പഠിക്കുകയാണെങ്കിൽ നമുക്ക് LP സ്കൂളിലോ 1ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ പ്രീ പ്രൈമറിയിലോ കുട്ടി ഉണ്ടെങ്കിൽ അവരെ ശ്രദ്ധിക്കാൻ പറ്റും, അല്ലെ? ചില പാരന്റ്സ് വൈകുന്നേരമായ ഫുൾ ബിസി കാരണം 3 കുട്ടികളുണ്ടെങ്കിൽ 3 ആൾ പഠിപ്പിക്കണം, ആ ഒരു അവസ്ഥയിലുണ്ടാവും. സോ വലിയ വലിയ ആളുകളെ സെൽഫ് ലേണിംഗിലേക്ക് പറഞ്ഞേക്കാം, ചെറിയ ആളുകളെ ശ്രദ്ധിക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, സോ ദിസ് ഈസ് നമ്മൾ സെൽഫ് ലേണിംഗിൽ എന്തൊക്കെ പഠിച്ചേ? ഒന്ന്, അതിന്റെ മീനിങ് എന്താണ്? കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഓക്കെ, മീനിങ് എന്താണ്? ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, അതിന്റെ ബെനിഫിറ്റ്സ്. 20 ബെനിഫിറ്റ്സ് ഉണ്ട്, 10 എങ്കിലും എല്ലാവർക്കും അറിയണം. ഓക്കെ, 10 ബെനിഫിറ്റ് എങ്കിലും നമുക്ക് അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് അതിന്മേൽ ഒരു ഒതന്റിക് ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ലാസ്റ്റ് ടോപ്പിക് ടീച്ചിങ് ആണ്. ടീച്ചിങ്ങിൽ ഒരുപാടൊന്നുമില്ല, വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിലും നമുക്ക് അതുകൂടി ഈ ഒരു ക്ലാസ്സിൽ തീർത്താണ് നമ്മൾ പോണത്. ടീച്ചിങ് ആസ് എ ടീച്ചർ, അല്ലെ? ഇറ്റ്സ് അവർ പ്രൊഫഷൻ. ഇതിൽ നിങ്ങൾക്കുള്ള കുറച്ച് ടിപ്സിന്റെ ലാസ്റ്റ് ഉണ്ട് കേട്ടോ. ദാറ്റ് മീൻസ് ആസ് എ ടീച്ചർ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യണം, പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് ടിപ്സ് ലാസ്റ്റ് ഉണ്ട്. സോ വെയിറ്റ് ഫോർ ദാറ്റ്. സോ ടീച്ചിങ് എന്ന് നമുക്കറിയാം, ഇറ്റ് ഇസ് എ പ്രൊഫഷൻ, എ പ്രൊഫഷൻ ഓഫ് എ ഗ്രൂപ്പ് കോൾഡ് ടീച്ചേഴ്സ്, അല്ലെ? ടീച്ചേഴ്സിന്റെ ഒരു പ്രൊഫഷണൽ ഗ്രൂപ്പാണ്, അവർ ചെയ്യുന്ന ജോലിയാണ് ആക്ച്വലി ടീച്ചിങ് എന്ന് പറയുന്നത്. ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. H.C. മോറിസൺ ടീച്ചിങ്ങിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ടീച്ചിങ് ഈസ് an intimate contact between a more mature personality and less mature one, which is designed to further the education of the latter. ഇവിടെ ടീച്ചിങ് എന്ന് പറഞ്ഞാല് ഇതൊരു കോണ്ടാക്ട് ആണ്. മോർ മെച്യൂർഡ് പേഴ്സണും ലെസ് മെച്യൂർഡ് ആയിട്ടുള്ള ഒരാളും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ആണെന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ? മെച്യൂരിറ്റി കൂടിയ ഒരാള് മെച്യൂരിറ്റി കുറഞ്ഞ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ടീച്ചിങ് എന്നാ പറയണേ. നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ?
ഒരു പരിധി വരെ ഉണ്ട് സർ. വളരെ ഓപ്പണായി പറയണേ, ഞാൻ മെച്ചുവേർഡ് അല്ല. ഈ ഡെഫിനേഷൻ എനിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. കാരണം ഞാനാണല്ലോ ഇവിടെ ടീച്ചർ, നിങ്ങൾ സ്റ്റുഡൻസ് ആണല്ലോ. സോ ഞാൻ ഭയങ്കര മെച്ചുവേർഡ് ആണ്, നിങ്ങൾക്ക് 5 പൈസക്ക് മെച്യൂരിറ്റി ഇല്ല എന്നാണ് ഈ ഡെഫിനേഷൻ പറയണേ. ഡു യു എഗ്രി വിത്ത് ഇറ്റ് എന്നാ ഞാൻ ചോദിച്ചേ. ചെയ്യുന്നില്ല. 5 പൈസയുടെ മെച്യൂരിറ്റി ഇല്ല എന്ന് സാർ പറഞ്ഞില്ല, ലെസ് മെച്യൂരിറ്റി പറഞ്ഞില്ല. അത് ശരിയാണ്. നിങ്ങൾക്കൊരു 100 മെച്യൂരിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 99 അതിന് താഴത്തൊക്കെ ഉണ്ടാവും അല്ലെ? ഓക്കെ റൈറ്റ്. സോ നമുക്ക് അങ്ങനെ നിൽക്കുന്ന തരത്തിലായിരിക്കും ചില സാറന്മാരൊക്കെ. അല്ല ശരിക്കും എന്താ അറിയോ, നമ്മള് ഒരു ക്ലാസ് റൂമിൽ പോയി ക്ലാസ് എടുക്കുമ്പോഴേ നമ്മുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് എങ്ങനെ വേണ്ടത് അറിയോ? ഐ ആം ദ കിങ് എന്നുള്ളതാ വേണ്ടത് കേട്ടോ. ഞാൻ തന്നെയാണ് രാജാവ്, ഞാൻ മാത്രമാണ് രാജാവ് എന്നുള്ള മാനസികാവസ്ഥ ക്ലാസ് എടുക്കണ്ടേ. അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ എന്ത് സംഭവിക്കുക? കൺട്രോളും കിട്ടൂല. നമുക്കൊരു ടോപ്പിക് ഒതന്റിക്കായി പറയാനും പറ്റൂല. അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാവുക എന്തോ കുട്ടികളെ എന്നേക്കാൾ കുട്ടികൾക്ക് അറിയോ, അതെങ്ങനെ തെറ്റിപ്പോകോ എന്നുള്ളൊരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് വരാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, സോ വിച്ച് ഈസ് ഡിസൈൻ ടു ഫർദർ ദ എഡ്യൂക്കേഷൻ ഓഫ് ലാറ്റർ ആണ്. അഥവാ ഈ ലെസ് മെച്യൂർഡ് ആയ കുട്ടിന്റെ എഡ്യൂക്കേഷൻ കൂടുതൽ ഫർദർ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലർക്കിന്റെ ഒരു ഡെഫിനിഷൻ, ടീച്ചിങ് ആസ് ആക്ടിവിറ്റീസ് that are designed and performed to produce change in student behavior. കുട്ടിന്റെ ബിഹേവിയറിൽ മാറ്റം വരുത്താൻ വേണ്ടി നമ്മൾ ആക്ടിവിറ്റീസ് ഡിസൈൻ ചെയ്ത് അത് പെർഫോം ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ടീച്ചിങ്. NL Gage പറഞ്ഞത് ടീച്ചിങ് ആസ് എ ഫോം ഓഫ് ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് അറ്റ് ചേഞ്ചിങ് ദ ബിഹേവിയർ പൊട്ടൻഷ്യൽ ഓഫ് അനദർ പേഴ്സൺ. രണ്ടാൾ തമ്മിലുള്ള ഒരു ഇന്റർപേഴ്സണൽ ഇൻഫ്ലുവൻസ് ആണ് അല്ലെ. ടീച്ചർ എന്ത് ചെയ്യുന്നു? സ്റ്റുഡന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, എന്നിട്ട് അവന്റെ ചേഞ്ചിങ് ബിഹേവിയർ പൊട്ടൻഷ്യൽ, അവന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അവന്റെ കഴിവുകളൊക്കെ മാറ്റം വരുത്തി കൊണ്ടുവരാൻ പറ്റണം. അതാണ് ടീച്ചിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ ഏതെങ്കിലും 2 ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക കേട്ടോ. ടീച്ചിങ്ങിനുള്ള 2 ഡെഫിനിഷൻസ് പഠിച്ചു വെക്കുക. പിന്നെ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ അത് നാച്ചുറൽ ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് പ്രൊസസ്വൽ ആക്ടിവിറ്റി ആൻഡ് നീഡ് ക്വാളിഫിക്കേഷൻ. ഇതൊരു ലിംഗ്വിസ്റ്റിക് പ്രോസസ് ആണ് അല്ലെ, ഭാഷാപരമായ ഒരു പ്രവർത്തനമാണ്. ആൻഡ് ക്വാളിഫിക്കേഷൻ ഇസ് നീഡഡ്, കൃത്യമായ ക്വാളിഫിക്കേഷൻ ടീച്ചേഴ്സിന് ആവശ്യമാണ്. 2 ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ക്യാൻ ബി ജഡ്ജ്ഡ്. നമ്മുടെ ടീച്ചിങ് ക്വാളിറ്റി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഒരാളുടെ ടീച്ചിങ് ക്വാളിറ്റി ജഡ്ജ് ചെയ്യാൻ പറ്റുമോ? ഹലോ, എങ്ങനെ പറ്റുക? ആർക്കെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും ഉണ്ടോ? ഈ മൈക്ക് മ്യൂട്ടാക്കുന്ന ആള് ഭയങ്കര സൗണ്ട് ഉണ്ട്. ഫാനാണോ അതല്ല മഴയാണോ എന്ന് മനസ്സിലാവില്ല. സോ ടീച്ചിങ് ജഡ്ജ് ചെയ്യാൻ നമുക്ക് ഒബ്സർവേഷൻ സ്കെഡ്യൂൾ ഉണ്ട്. ആക്ച്വലി ആ സ്കെഡ്യൂൾ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചിങ് ജഡ്ജ് ചെയ്യാൻ പറ്റും കേട്ടോ. 3 ടീച്ചിങ് ക്യാൻ ബി ഇവാലുവേറ്റഡ് ബൈ ഒബ്സർവിങ് ഇറ്റ് അല്ലെ. ജസ്റ്റ് ഒന്ന് കണ്ടാൽ, ഒബ്സർവ് ചെയ്താൽ നമുക്ക് ടീച്ചിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞങ്ങളൊക്കെ ഇപ്പോ ടീച്ചിങ് പ്രാക്ടീസ് ഒബ്സർവ് ചെയ്യാൻ പോകാറുണ്ട്. കുട്ടികളുടെ ക്ലാസ് കാണും, അവരുടെ ക്ലാസ്സിനെ നമ്മൾ ജഡ്ജ് ചെയ്യും, അത് ഒബ്സർവ് ചെയ്തതിന് വേണ്ട ഫീഡ്ബാക്കുകൾ കൊടുക്കാറുണ്ട്. 4 ഇറ്റ് ക്യാൻ ബി മോഡിഫൈഡ് ബൈ പ്രൊവൈഡിങ് ഫീഡ്ബാക്ക്. വാല്യൂബിൾ ഫീഡ്ബാക്കുകൾ കൊടുത്ത് ടീച്ചിങ്ങിനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. 5 ഇറ്റ് ക്യാൻ ബി അനലൈസ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ടീച്ചർ ആക്ടിവിറ്റീസ്. ടീച്ചർ ക്ലാസ്സിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നോക്കി ടീച്ചിങ്ങിനെ വിലയിരുത്താം. ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്, ടീച്ചറിന്റെ ടീച്ചിങ് ഒബ്ജക്റ്റീവ് എന്തൊക്കെ, അത് നോക്കി ടീച്ചിങ്ങിനെ വിലയിരുത്താം. ടൈപ്പ് ഓഫ് ലേണിംഗ് കണ്ടീഷൻസ്, അഥവാ കുട്ടികൾക്ക് ക്ലാസ്സിൽ കൊടുക്കുന്ന കണ്ടീഷൻ, അവിടുത്തെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ആ ടാസ്കുകളുടെ ഒരു കണ്ടീഷൻ, അത് വെച്ച് നമുക്ക് ടീച്ചിങ്ങിനെ വിലയിരുത്താം. ടൈപ്പ് ഓഫ് ലേണിംഗ് കോമ്പണൻസ്, പഠിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസ് അല്ലെങ്കിൽ കോമ്പണൻസ്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടീച്ചിങ്ങിനെ വിലയിരുത്താം. 6 ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ലിംഗ്വിസ്റ്റിക് പ്രോസസ്. നേരത്തെ പറഞ്ഞു, ഭാഷാപരമായ ഒരു പ്രോസസ്സാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഒരു ടീച്ചറുടെ ക്ലാസ്സിനെ വിലയിരുത്താൻ അവിടെയുള്ള ആ അറ്റ്മോസ്ഫിയർ നോക്കിയാൽ മതി, ടീച്ചറുടെ ലാംഗ്വേജ് നോക്കിയാൽ മതി, അവിടുത്തെ ഒബ്ജക്റ്റീവ് ലേണിംഗ് ഒബ്ജക്റ്റീവ് നോക്കിയാൽ മതി, ലേണിംഗ് കണ്ടീഷൻ, ആ ലേണിംഗ് പ്രോസസ്സിന്റെ ഒരു കോമ്പണൻസ്, മെറ്റീരിയൽസ്, ഇതൊക്കെ നോക്കിയാൽ ടീച്ചിങ്ങിനെ വളരെ കൃത്യമായി നമുക്ക് ജഡ്ജ് ചെയ്യാം. 7 സെർവ്സ് ആസ് എ തെറപ്പി ഫോർ ലേണേഴ്സ്. കുട്ടികൾക്കുള്ള തെറപ്പിയാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ. അഥവാ പഠനത്തിന് വേണ്ടി ഒരു കുട്ടി എന്തൊക്കെ ചെയ്യണം അതിനുള്ള മരുന്നാണ് ആക്ച്വലി ടീച്ചിങ്.
it is a prescription to be followed by students. ഒരു ഡോക്ടർ ഒരു പേഷ്യന്റിന് പ്രിസ്ക്രിപ്ഷൻസ് അല്ലെങ്കിൽ മരുന്ന് എഴുതി കൊടുക്കുന്ന പോലെയുള്ള ചില സൂചനകൾ കൊടുക്കലാണ് ടീച്ചിങ് എന്ന് പറഞ്ഞാല്. ഒൻപത് ഇൻക്ലൂഡ് 3 types of function. 3 തരം ഫങ്ഷൻസ് ടീച്ചിങ് നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ടെല്ലിംഗ് ആൻഡ് ലിസണിങ്, സംസാരം ഉണ്ട് അല്ലെങ്കിൽ പറച്ചിലുണ്ട്, കേൾക്കലുണ്ട്. ഷോയിങ് ഓർ ഡിസ്പ്ലേയിങ്, പലതും നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. 3 ഡെമോൺസ്ട്രേറ്റിംഗ് ഓർ ഡൂയിങ്, ടീച്ചർ പലതും ചെയ്യുന്നുണ്ട്, ഡെമോ ചെയ്യുന്നുണ്ട് അല്ലെ. ടീച്ചർ കഥകൾ പറഞ്ഞു കൊടുക്കും, ഭാഷ കൊടുക്കും, കുട്ടികൾ അത് കേൾക്കണം. ടീച്ചർ ഫോട്ടോസ് കാണിച്ചു കൊടുക്കും, വീഡിയോസ് കാണിച്ചു കൊടുക്കും, മോഡൽസ് കാണിച്ചു കൊടുക്കും, കുട്ടികൾ അത് കാണണം. ടീച്ചർ പലതും ചെയ്ത് കാണിച്ചു കൊടുക്കും, സ്റ്റുഡൻസ് അത് ഇമിറ്റേറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ടീച്ചിങ്ങിൽ നടക്കുന്നുണ്ട്. Then it is an interactive process. നമുക്കറിയാം സ്റ്റുഡൻസ് ആൻഡ് ലേണേഴ്സ് തമ്മിലുള്ള ഇന്ററാക്ഷനെയാണ് ടീച്ചിങ് എന്ന് വിളിക്കുന്നത് അല്ലെ. നമ്മൾ പണ്ടൊക്കെ കണ്ടിരുന്നത് ലെക്ചറിങ് ആയിരുന്നു. എന്താ ലെക്ചറിങ്ങിന്റെ പ്രത്യേകത? ഒരു ടീച്ചർ മാത്രം ഇന്ററാക്ഷൻസ് ഉണ്ടാവില്ല, വൺ സൈഡ്. റേഡിയോ പോലെ ടീച്ചർ ഇങ്ങനെ പറയുന്നു, സ്റ്റുഡൻസ് ഇങ്ങനെ കേൾക്കുന്നു എന്നുള്ളതായിരിക്കും അല്ലെ. ആൻഡ് it can be considered as continuum. So it is a continuous process. തുടർച്ചയായി നടക്കേണ്ടതാണ് ടീച്ചിങ്. ഇറ്റ്സ് an art. ടീച്ചിങ് ഒരു കലയാണ് എന്നാണ് പറയുന്നത് അല്ലെ. മറ്റുള്ള കലാരൂപങ്ങളെ പോലെ, ഡാൻസിനെ പോലെ ടീച്ചിങ് ഈസ് an art. ഇനി the word teaching is used in 3 different sense എന്നാണ്. 3 സെൻസിൽ ടീച്ചിങ്ങിനെ പറയാം. നോളജ് അബൌട്ട് വേരിയസ് മെത്തേഡ്, സ്ട്രാറ്റജീസ് ആൻഡ് ലേണിംഗ്. നമുക്ക് വ്യത്യസ്തമായ മെത്തേഡ്സിനെ കുറിച്ചും സ്ട്രാറ്റജീസിനെ കുറിച്ചും ലേണിങ്ങിനെ കുറിച്ചും ഉള്ള അറിവ് എന്നതാണ് ടീച്ചിങ്. അപ്പോൾ ടീച്ചർക്ക് എന്തറിയാം? കുറെ മെത്തേഡ്സും സ്ട്രാറ്റജീസും ലേണിംഗ് എക്സ്പീരിയൻസും ഒക്കെ ടീച്ചർക്ക് ഉണ്ട്. അതിനെയാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. 2 is an occupation of giving training for students and imparting education. ടീച്ചർക്ക് കുറെ എന്തുണ്ട്? അറിവുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ്, അത്തരത്തിലുള്ള ഒരു ജോലിനെയാണ് ടീച്ചിങ് എന്ന് പറയാം. 3 വേ ഓഫ് മേക്കിംഗ് സംതിങ് നോൺ ടു അതേഴ്സ്. നമുക്ക് അറിയുന്ന ഒരു സാധനത്തിനെ കുട്ടികൾക്ക് അറിയിച്ചു കൊടുക്കുക, അഥവാ കുട്ടികൾക്ക് അറിയാത്തത് പറഞ്ഞു കൊടുക്കുക, അതാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. സോ ഒരു 3 ഡിഫറെന്റ് സെൻസിൽ നമുക്ക് ടീച്ചിങ്ങിനെ കാണാം. ഒന്ന്, നമുക്കുള്ള കുറെ ലേണിങ്ങും സ്ട്രാറ്റജീസും മെത്തേഡ്സും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. 2, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, അതിന്റെ ട്രെയിനിങ് കുട്ടികൾക്ക് കൊടുക്കുക. 3, നിങ്ങൾക്ക് എന്തൊക്കെ അറിയാത്തതുണ്ടോ അതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇങ്ങനെ 3 ഡിഫറെന്റ് കോൺസെപ്റ്റില് എന്ത് ചെയ്യാം? ടീച്ചിങ്ങിനെ കാണാം. ഇനി നമ്മൾ ഏകദേശം ഈ ഒരു ഇതിന്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ് എന്നുള്ളതാണ്. നല്ല ടീച്ചിങ് ആണ് നോക്കാനുള്ള ചില സ്വഭാവങ്ങളാണ്, അല്ലെങ്കിൽ നല്ല ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ട് പറയാവുന്നതാണ്. 3 ക്യാരക്ടറിസ്റ്റിക്സ് ആദ്യം പറയുന്നുണ്ട്. പ്രിസേജ് ഫാക്ടേഴ്സ്, പ്രോസസ് ഫാക്ടേഴ്സ് ആൻഡ് പ്രോഡക്റ്റ് ഫാക്ടേഴ്സ്. അപ്പൊ അതില് പ്രിസേജ് ഫാക്ടേഴ്സിൽ ഇൻക്ലൂഡ് ടീച്ചേഴ്സ്, ബാക്ക്ഗ്രൗണ്ട്, നോളജ്, വാല്യൂ, ആറ്റിറ്റ്യൂഡ് എക്സെട്ര. അഥവാ ആസ് എ ടീച്ചർ എന്നുള്ള നിലക്ക് ആ ടീച്ചർക്കുള്ള നോളജ് എന്താണ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, വാല്യൂസ് എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതൊക്കെ ടീച്ചിങ്ങിന്റെ ഘടകങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നല്ല മാനേഴ്സ് ഉണ്ടാകുന്നത്, നമുക്ക് നല്ല വാല്യൂസ് കീപ്പ് ചെയ്യുന്നത്, മോറൽസ് കീപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ ടീച്ചേഴ്സിന്റെ ഭാഗമാണ്. ഞാൻ ഈ ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് പിന്നെ 1-2 കാര്യങ്ങൾ ചോദിക്കട്ടെ. കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ടീച്ചേഴ്സിന്റെ ഡ്രസ്സിങ് എങ്ങനെയാവണം? മോഡസ്റ്റ് ആയിരിക്കണം. അട്രാക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, പിന്നെ ടൈറ്റുള്ള ഡ്രസ്സ് ആയിരിക്കണോ, ലൂസുള്ള ഡ്രസ്സ് ആയിരിക്കണോ? അതിന്റെ മിഡിലായിരിക്കണം. മിഡിലായിരിക്കണം. ഓക്കെ, കളർഫുൾ ആയിരിക്കണോ, അതല്ല ഒരു ലൈറ്റ് കളേഴ്സ് ധരിക്കണോ, അതല്ല വൈറ്റ് ധരിക്കണോ? എടുത്ത് പറയാ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ ഒരു ഫൈനായിട്ടുള്ള, ഭയങ്കര കളർഫുൾ അല്ലാത്ത, ഭയങ്കര ടൈറ്റോ അല്ലെങ്കിൽ ഭയങ്കര ലൂസോ അല്ലാതെ ഒരു മോഡറേറ്റ് ലെവലില് ടീച്ചറുടെ ഡ്രസ്സിങ് കൂടുതൽ എടുത്തു പറയാതെ ക്വാളിറ്റി ഓഫ് ആ ഒരു ടീച്ചിങ് എടുത്തു പറയത്തക്ക രീതിയിൽ ഏതായിട്ടുള്ള ഡ്രസ്സിങ് ഫൈനാണെന്ന് തോന്നുന്നു. ഭയങ്കരമായ വലിയ ഡെഫിനിഷൻ ആയി പോയിട്ടോ. പേരെന്തായിരുന്നു? ആതിര. ഓക്കെ, ഗുഡ്. ആക്ച്വലി ടീച്ചേഴ്സിന്റെ ഡ്രസ്സിങ് ലൂസ് ആയിരിക്കണം എന്നാ പറയാം. നമ്മൾ ശരിക്കും മനുഷ്യന്മാരൊക്കെ ഡ്രസ് ചെയ്യുന്നത് ലൂസാണ്. ടൈറ്റ് ആയി ഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അത് ഞരമ്പുകളുടെ പ്രവർത്തനത്തെ ബാധിക്കും, നമ്മുടെ തോട്ട് പ്രോസസ്സിനെ ബാധിക്കും എന്നാണ് പറയാം.
രണ്ട്, ടീച്ചേഴ്സിന് വൈറ്റ് ഡ്രസ്സാണ് ഏറ്റവും കംഫർട്ട് എന്നുള്ളതാണ്. വൈറ്റ് എന്ന് പറഞ്ഞ സിംപ്ലിസിറ്റിന്റെ ഭാഗമാണ്, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയാറുണ്ട്. ഓക്കെ, ടീച്ചറെ മൂവ്മെന്റ്, അത് ടീച്ചർ വാക്കിംഗ്, നടത്തം എങ്ങനെയാണെന്ന് അറിയോ നമുക്ക്? ടീച്ചേഴ്സ് നടക്കേണ്ടത് വളരെ ഫാസ്റ്റ് ആയിട്ടാണോ അതല്ല ആവറേജ് ആണോ സ്ലോ ആണോ? ആവറേജ് ആയിട്ട്. എല്ലാത്തിനും ആവറേജ് പിടിച്ചാൽ മതിയല്ലോ അല്ലേ? അപ്പൊ ഇലക്കും കേടില്ല മുള്ളിലും കേടില്ല. എന്താ ആദില നേരത്തെ പറഞ്ഞ ആദിലല്ലേ പറഞ്ഞ്? ആതിര. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞാൽ ചോദിച്ചതാ. എങ്ങനെ നടക്കണം? ഫാസ്റ്റ് ആയിട്ട് നടക്കണം. ഫാസ്റ്റ് ആണ്. വെച്ചാല് പിന്നെ അല്ലെ, ചീത്തപ്പുല്ല് പോലെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല, എങ്കിലും കുറച്ച് ഫാസ്റ്റ് ആയി നടക്കണം എന്നുള്ളതാണ് കേട്ടോ. അതേപോലെ തന്നെ പിന്നെന്താ, പിന്നെ എല്ലാതും ഏതാണെങ്കിലും മോഡൽ ആവാ, റോൾ മോഡൽ ആവാ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ. ക്ലാസ് റൂമില് ഫാസ്റ്റ് ആയിട്ട് നടക്കണോ, അല്ലെങ്കിൽ പൊതുവെ ക്ലാസ് റൂമില് ഫാസ്റ്റ് ആയിട്ട് നടക്കണോ? ക്ലാസ് റൂമിലല്ല, ക്ലാസ് റൂമിൽ സ്ലോ ആയിട്ട് നടന്ന പൊതുവെ ലൈഫില് ഈ സ്ലോ ആയി നടക്കുന്ന ആളുകൾ ലേസി ആയിരിക്കും എന്നാണ് പറയാം. കുറച്ച് വേഗത്തില് നടക്കുന്ന ആളുകളാണ് ഇന്റലിജന്റ് ആയ ആളുകൾ ചെയ്യാട്ടോ. പിന്നെ പ്രോസസ് ഫാക്ടേഴ്സ് എന്ന ടീച്ചിങ് പ്രോസസ്സാണ്. നല്ല ടീച്ചിങ് സ്ട്രാറ്റജീസ്, മെത്തേഡ്സ്, ടെക്നിക്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ശരിക്കും 3 ടേംസ് ഉണ്ട് കേട്ടോ, ടീച്ചിങ് മെത്തേഡ്, സ്ട്രാറ്റജി, മെത്തേഡ്, ടെക്നിക്ക്. മൂന്ന് ടേം ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനില്ലാത്തതുകൊണ്ട് നല്ല ടെക്നിക്സ് അല്ലെങ്കിൽ നല്ല മെത്തേഡ്സ് ഉപയോഗിക്കാം. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് ഫാക്ടർ ആണ്. ടീച്ചർക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ്, അപ്പൊ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് ആണ്. അത് വെച്ചിട്ടും ടീച്ചറിന്റെ ക്വാളിറ്റീസ് നമുക്ക് കണക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിൽ കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് പറയാണ്. സ്യൂട്ട് ദ മോഡേൺ ടൈം, അല്ലെ? ടീച്ചർ എന്ത് ചെയ്യണം? അപ് ടു ഡേറ്റ് ആവണം എന്ന് പറയില്ലേ? നമ്മൾ പഠിപ്പിക്കുന്ന, നമ്മൾ മുന്നിലിരിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അവരുടെ ലൈഫ് വരെ നമ്മൾ അവരെ പ്രിപ്പയർ ചെയ്യണം. ഒരു 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി സങ്കല്പിക്കുക, 8ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിന്റെ ഏത് വരെ നമ്മൾ കാണണം? ആ കുട്ടി 8ാം ക്ലാസ് കഴിഞ്ഞ് 9ാം ക്ലാസ് എത്തോളം ഉള്ളത് പഠിപ്പിച്ചാൽ മതിയോ? ദാറ്റ് മീൻസ് എത്രത്തോളം അവരെ പ്രിപ്പയർ ചെയ്യണം നമ്മൾ ആസ് എ ടീച്ചർ? ഈ കുട്ടിന്റെ ഏത് ലൈഫ് സ്റ്റേജ് വരെ ഉള്ള അസിസ്റ്റൻസ് നമ്മൾ കൊടുക്കണം? ലൈഫ് ടൈം ഉള്ള അസിസ്റ്റൻസ്. ലൈഫ് ടൈം പറഞ്ഞാല് മരിക്കോളോ? അവരുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ. ഗോൾ അച്ചീവ് ചെയ്യുക, അതൊരു സ്പെസിഫിക് ആയിട്ട് ഇങ്ങോട്ട് പറയാന്. ഗോള് നമ്മൾ കയ്യിലില്ലല്ലോ, ഒരു ഗോൾ കഴിഞ്ഞ് അടുത്ത ഗോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് പോയി നമ്മള്. അവരുടെ കൂടെ ഓരോ സ്റ്റേജിലും അവർക്ക് വേണ്ടി സപ്പോർട്ടൊക്കെ കൊടുത്ത് അങ്ങനെ. അപ്പൊ ടീച്ചറെ, ഈ ഓരോ വർഷം പുതിയ കുട്ടികൾ ഇങ്ങനെ വരുമ്പോ അവരൊക്കെ കൂടെ നടക്കാൻ കഴിയും നമുക്ക്? അങ്ങനെയല്ല, ടീച്ചറും സ്റ്റുഡന്റും തമ്മിലൊരു ബോണ്ട് ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് പോകുന്നില്ല. അതൊക്കെ ശരിയാണ് ചോദിക്കുന്നത്. നമ്മൾ മുന്നിരിക്കുന്ന ഒരു കുട്ടിന്റെ എത്ര വരെയുള്ള അവന്റെ ഫ്യൂച്ചർ നമ്മൾ കാണണം? അവനൊരു ജോബിലേക്ക് എത്തുന്നത് വരെ. ജോബിലേക്ക് എത്തുന്നത് വരെ. ഓക്കെ, വേറെ പോയിന്റ് ഉണ്ടോ? ആക്ച്വലി ഇതിന് കൃത്യമായിട്ട് ഇന്ന ആൻസർ ഒന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ട്രെയിനിങ്ങിൽ കൊടുക്കാറുള്ളതും ഞങ്ങൾക്ക് കിട്ടിയ ട്രെയിനിങ്ങിൽ പറയാറുള്ളതും, നമ്മളെ മുന്നിലിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് പഠിച്ച് ഒരു ജോലിയിൽ കയറി ആ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആകുന്നത് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് ട്രെയിൻ ചെയ്ത് കഴിയണം എന്നുള്ളതാണ് പറയാം. അഥവാ കുട്ടിയെ കുറിച്ച്, കാരണം കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനിലാണ്, കുട്ടി ജോലി ചെയ്യാൻ പോകുന്ന അടുത്ത ജനറേഷനിലാണ്, കുട്ടി അവിടുന്ന് റിട്ടയർഡ് ആകാൻ പോകുന്നത് മറ്റൊരു ജനറേഷനിലാണ്. അത്രയും അപ്ഡേറ്റഡ് ആയി ഒരു ടീച്ചർ ട്രെയിൻ ചെയ്ത് കൊടുക്കണം കുട്ടികൾക്ക് എന്നാണ് പറയാം. മനസ്സിലായോ ടീച്ചേഴ്സ്? ഓക്കെ, then less controlling function by the teacher. നമ്മൾ കുട്ടിയോട് നോ പറയുന്നത് കുറക്കണം. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പറയരുത്, ഇവിടെ നോക്കരുത്, അങ്ങോട്ടാക്കരുത്, ഇങ്ങോട്ടാക്കരുത്, നോകള് പറയുന്നത് കുറക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ വെൽ മാനേജ്ഡ് ക്ലാസ് റൂം ആയിരിക്കണം. സോ വി ഹാവ് ടു കൺട്രോൾ, അല്ലെ, മാനേജ് ദ ക്ലാസ് റൂം. 4, വാം ഹ്യൂമൻ എൻവയോൺമെന്റ് ഉണ്ടാകണം. ഒരു നല്ല മാനസിക ബന്ധം ഉണ്ടാക്കണം. ഈ പരസ്പരമുള്ള ഡിഗ്നിറ്റി അല്ലെങ്കിൽ അവരുടെ ഹ്യൂമാനിറ്റി ഉറപ്പുവരുത്തണം. നമ്മുടെ മുന്നിൽ 50 കുട്ടികളുണ്ടെങ്കിൽ 50 കുട്ടികൾക്കും പേഴ്സണാലിറ്റി ഉണ്ട്, ഹ്യൂമാനിറ്റി ഉണ്ട്, ഡിഗ്നിറ്റി ഉണ്ട്. ഈ പോയിന്റ് മറക്കാൻ പാടില്ല. നമ്മൾ അവരെ ഷൗട്ട് ചെയ്യുമ്പോഴോ അവരുടെ ഒരു തെറ്റ് കാണുമ്പോഴോ ഒന്നും ഈ പോയിന്റ് മറക്കാൻ പാടില്ല. നമ്മൾ സാധാരണ ഓർക്കാറില്ല ഈ ഒരു പോയിന്റ്, അല്ലേ?
ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ വലിയ ടീച്ചറാണ്, നിങ്ങളൊക്കെ സീറോകളാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടല്ലേ നമ്മളൊരു കുട്ടിയോട് ഷൗട്ട് ചെയ്യാറുള്ളത്? ഒരു തെറ്റ് കണ്ടാൽ അതിനെ പണിഷ് ചെയ്യാറുള്ളത് അങ്ങനല്ലേ? യെസ് ഓർ നോ? അല്ലാത്തവരുണ്ടാവും കേട്ടോ, എല്ലാവരും അങ്ങനല്ല, പക്ഷെ അങ്ങനെ ഒരു മനോഭാവം നമുക്ക് വരാറുണ്ട്. റൈറ്റ്, സൗണ്ട് ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? നിങ്ങൾ ഇവിടെ ഇല്ലേ? യെസ് സർ. ഓക്കെ. ദെൻ കീപ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ദാറ്റ് മീൻസ് കുട്ടിയും സ്റ്റുഡന്റും തമ്മിലുള്ള റിലേഷൻ ദാറ്റ് ഷുഡ് ബി മെയിൻറ്റൈൻഡ്. ഷെയർഡ് പ്രോബ്ലം സോൾവിങ് ആറ്റിറ്റ്യൂഡ്. അവർക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും വന്ന് പറയാനുള്ള ഒരു ഇടമായിരിക്കണം. സോ അവിടെ ഒരു ഗുഡ് ടീച്ചിങ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ. The teacher shall be well educated, matured, insightful, energetic and self initiative. ടീച്ചർക്ക് നല്ല എഡ്യൂക്കേഷൻ വേണം, നല്ല ക്വാളിഫിക്കേഷൻ വേണം, മെച്യൂരിറ്റി വേണം, ഇൻസൈറ്റ്ഫുൾനെസ്, നല്ല ഇൻസൈറ്റുകൾ അല്ലെ, ഉൾവിളികൾ, അല്ലെങ്കിൽ ടീച്ചറായ കുറെ ധാരണകൾ, ഐഡിയാസ് വേണം, എനർജറ്റിക് ആവണം, സെൽഫ് ഇനീഷ്യേറ്റിംഗ് ആവണം. നമ്മൾ ചെന്നാലില്ലേ, നമ്മൾ ഫസ്റ്റ് ചെന്ന് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞാല് അതിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് എനർജി കിട്ടും. നമ്മുടെ ആ ഒരു ഫസ്റ്റ് പ്രസന്റേഷൻ, നമ്മുടെ ഫസ്റ്റ് ഒരു 2 minutes. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ് ശ്രദ്ധിക്കണോ വേണ്ടേ, ഇന്ന് ടീച്ചർ ഓക്കെ ആണോ അല്ലേ എന്ന് കുട്ടികൾ ഇവാലുവേറ്റ് ചെയ്യും എന്നതാണ്. അവിടെ നമുക്ക് കുട്ടികൾക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ പാസ് ദ നെസസറി എനർജി ഫോർ ദ സ്റ്റുഡൻസ്. ഓക്കെ. ദെൻ കൺസിഡർ ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മുടെ ക്ലാസ്സിലൊക്കെ എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. അങ്ങനെ മനസ്സിലാക്കുക. ഇൻഡിവിജ്വൽ ഡിഫറൻസ് എങ്ങനെ മനസ്സിലാക്കുക? നമ്മള് എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല്? ഓരോ ലേണിംഗ് ഡിസബിലിറ്റി ആണോ സർ? സിറ്റുവേഷൻ എന്തോ കേട്ടില്ല. പഠനത്തിലെ പഠനത്തിൽ മാത്രമല്ല, കുട്ടിന്റെ ബിഹേവിയർ, വ്യത്യസ്തമായ ബിഹേവിയേഴ്സ് ഉള്ള ആളുകളുണ്ട്. ഓക്കെ. ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന് ഒരു ഇതുണ്ട്, പിന്നെന്താ പറയാ, 9 തരം ആളുകളുണ്ട് എന്നൊക്കെയാണ് പഠിച്ചത്. നിങ്ങൾ പഠിച്ചോണ്ട് അറിയില്ല. എനിയാഗ്രാം എന്നുള്ള സാധനം ഉണ്ട്, എനിയാഗ്രാം. അതില് നിങ്ങൾ വേണമെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും കേട്ടോ. എനിയാഗ്രാം എന്നുള്ള സാധനം ഗൂഗിൾ ചെയ്താൽ കിട്ടും. അതിൽ 9 പേഴ്സണാലിറ്റീസ് ഉണ്ട് എന്നാണ് പറയാം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി, ഒരാൾക്കുള്ള കഴിവുകൾ, അതും ഒരു 9 ഇന്റലിജൻസ് ഉണ്ട്, 9 കഴിവുകൾ ഉണ്ട് എന്നാണ് പറയാം. സോ ഇത്തരത്തിൽ പല തിയറികളുണ്ട്. സോ നമ്മുടെ മുന്നിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ കഴിവുകളും വ്യത്യസ്തമായ ചിന്തകളും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ. ദെൻ പിന്നെ കെയർ ദ പ്രോബ്ലം ഓഫ് ദ സ്റ്റുഡൻസ്. കുട്ടി ഒരു പ്രോബ്ലം പറയുമ്പോ ആ പ്രോബ്ലത്തെ നമ്മൾ എന്ത് ചെയ്യണം? കെയർ ചെയ്യണം, അതിന് വാല്യൂ ചെയ്യണം. ചില ആളുകൾക്ക് ചെറിയ പ്രശ്നം തന്നെ വലുതായിരിക്കും, ചില ആൾക്ക് വലിയ പ്രശ്നം ചെറുതായിരിക്കും. സോ വാല്യൂ ദെയർ പ്രോബ്ലംസ് എന്നുള്ളതാണ്. 9, പ്രസന്റ് ദ ടോപ്പിക് ഇൻട്രസ്റ്റിംഗ്ലി. നമ്മൾ എന്ത് പ്രസന്റ് ചെയ്യുകയാണെങ്കിലും നമ്മളൊരു ഹ്യൂമറിസ്റ്റിക് ആയിട്ട്, അതല്ലെങ്കിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയി, വെറൈറ്റി ആയി പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ടീച്ചിങ് എയ്ഡ്സ്, ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, TLM എന്ന് പറയും, എനിക്ക് ടീച്ചിങ് എയ്ഡ്സ് പറയും. അത് ഭയങ്കര ഇഫക്റ്റീവായി ക്രിയേറ്റീവായി ചെയ്യാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. സോ എനിക്ക് തോന്നുന്നത് ഇതൊരു ലാസ്റ്റ് സ്ലൈഡ് ആയിരിക്കും. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് ടീച്ചിങ് ആണ്. നല്ല ടീച്ചിങ് ആണോ നിങ്ങളേത് അല്ലെങ്കിൽ നമ്മുടേത് നോക്കാനുള്ള ചില മാനദണ്ഡങ്ങളാണ്. 1, പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് ലേണിംഗ്. കുട്ടികൾക്ക് സ്വയം പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അതെങ്ങനെ കൊടുക്കുക? സെൽഫ് ലേണിംഗിന് എങ്ങനെ അവസരം കൊടുക്കുക? സെമിനാർ, അസൈൻമെന്റ്, കണ്ടെത്തി എഴുതാനും ഹോംവർക്ക്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുക്കുക. 2, പ്രൊവൈഡ് വെറൈറ്റി ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ്. ലേണിംഗ് എക്സ്പീരിയൻസ് വെറൈറ്റി കൊടുക്കുക. ദാറ്റ് മീൻസ് അവർ പ്രസന്റ് ചെയ്യണം, നമ്മൾ പ്രസന്റ് ചെയ്യണം, ഡിബേറ്റ് നടക്കണം, സെമിനാർ നടക്കണം, അല്ലെ? അതുപോലെ തന്നെ അവരുടെ പ്രസന്റേഷൻസ് വരണം, റോൾ പ്ലേ നടത്തണം, സ്കിറ്റിന് അവസരങ്ങൾ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ പപ്പറ്റ് ഷോ നടത്തണം. അതല്ല, അങ്ങനെയുള്ള പല വ്യത്യസ്തമായ ലേണിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിക്കാം. 3, ടേക്ക് കെയർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നേരത്തെ പറഞ്ഞു, ഓരോ കുട്ടിയും വ്യത്യസ്തമാണ്, അവർ പരിഗണിക്കുന്നു. 4, എൻഹാൻസ് ഹ്യൂമൻ റിലേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ്. അഥവാ മനുഷ്യബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അവർക്ക് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടാൻ പറ്റുമോ നോക്കാം. നമ്മള് മലപ്പുറം ഇതിലൊക്കെ ഫയർ ഇതില്ലേ, എന്താണ് ഫയർ ആൻഡ് സേഫ്റ്റിന്റെ ഒക്കെ അവിടെ കുട്ടികളെ കൊണ്ട് പോകാറുണ്ട്. എന്നിട്ട് അവിടെ ആ ഒരു ഫയർമാനെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കാറുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ. സോ എമ്പതി അല്ലെങ്കിൽ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് ഓൾഡ് ഏജ് ഹോംസ് സന്ദർശിക്കുക, അവിടുത്തെ ആളുകൾക്ക് ട്രീറ്റ് കൊടുക്കുക, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി പരമാവധി ശ്രമിക്കാറുണ്ട്. 5, ഡെവലപ്പ് റിഫ്ലക്റ്റീവ് തിങ്കിങ് ആൻഡ് പ്രാക്ടിക്കൽ സ്കിൽ. റിഫ്ലക്ഷൻ എന്താ പറഞ്ഞിരുന്നു? കുട്ടികൾ എപ്പോഴും അവരുടെ പഠനത്തെ കുറിച്ച് ചിന്തിക്കണം, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് അവർ പറയണം.
ദെൻ പ്രാക്ടിക്കലി നമ്മൾ എന്ത് തിയറി പഠിച്ചാലും അതിന്റെ പ്രാക്ടിക്കൽ നോളജ് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. 6 ഡെവലപ്പ് ഫോർ ഹ്യൂമാനിസം ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി. മനുഷ്യന്മാരെ എങ്ങനെ, ഹ്യൂമൻസിനെ എങ്ങനെ റെസ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെ കൺസിഡർ ചെയ്യേണ്ടത്, അവരെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, അത് പഠിപ്പിച്ചു കൊടുക്കുക. 7 റെലവെന്റ് ടു ദ മോഡേൺ ടൈം. നമ്മളെ ഈ അപ്ഡേറ്റഡ് ആയിട്ടുള്ള 21st സെഞ്ചുറിക്ക് എന്താണ് വേണ്ടത് അത് കൊടുക്കുക എന്നുള്ളതാണ്. സ്റ്റിമുലേറ്റ് ലേണിംഗ് ഇൻട്രസ്റ്റ്. അതേപോലെ തന്നെ പഠിക്കാൻ അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുക, അവരതിനു വേണ്ടിയുള്ള പ്രൊമോഷൻസ് കൊടുക്കുക, സ്കഫോൾഡിങ് കൊടുക്കുക, ഹെൽപ്പ് കൊടുക്കുക. 8 കീപ് എ ഗുഡ് ടീച്ചർ പീപ്പിൾ റിലേഷൻ, അല്ലെ? സ്റ്റുഡന്റ് അധ്യാപക വിദ്യാർത്ഥി ബന്ധം. ഇതെന്നും ഒരു ഭയങ്കര ഒരു ചർച്ചാ വിഷയമാണ് ആക്ച്വലി. ശരിക്കും ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആവണം നിങ്ങളുടെ അഭിപ്രായത്തില്? ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കണോ, സ്ട്രിക്റ്റ് ആയിരിക്കണോ, എങ്ങനെ? അതല്ല ഒരു മോഡറേറ്റിൽ ഇങ്ങനെ പോയാൽ മതിയോ? ക്ലാസ്സിൽ നിന്ന് കണ്ടാ ചിരിക്കുക, പുറത്തുനിന്ന് കണ്ടാൽ ചിരിക്കരുത്, അല്ലെങ്കിൽ ക്ലാസ്സിൽ കുറച്ച് സ്ട്രിക്റ്റ് ആവുക, പുറത്ത് കണ്ടാൽ ചിരിക്കുക, ഇതിലേതാ വേണ്ടേ? ഒരു സ്റ്റുഡന്റ് പീപ്പിൾ ടീച്ചർ പീപ്പിൾ റിലേഷൻ എങ്ങനെ ആവണം? ഫ്രണ്ട്ഷിപ്പ് പോലെ. എടാപോടെയാണോ? ടിൻഡുമോന്റെ ഒരു വിറ്റ് കേട്ടിട്ടില്ല നിങ്ങള്? അച്ഛൻ ഓരോട് പറഞ്ഞു, ടിൻഡുമോനെ നമ്മള് ഭയങ്കര ഫ്രണ്ട്സിനെ പോലെയാണ് കഴിയേണ്ടത്, ഇതിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ടിൻഡുമോനെ ഡയലോഗ് കേട്ടില്ലേ? ഇല്ല. പ്രത്യേകിച്ചൊന്നുമില്ല. അവന്റെ അമ്മാവൻ അടിച്ചപ്പോ അവനെ അച്ഛനടുത്ത് പോയിട്ട് പറഞ്ഞു, എടോ തന്റെ ഭാര്യ എന്നെ അകാരണമായി തല്ലിയിട്ടുണ്ട്, എനിക്കതിൽ പ്രതിഷേധം ഉണ്ട് എന്ന് പറഞ്ഞു. കാരണം ഫ്രണ്ട്സ് അല്ലേ. അച്ഛനെ ഫ്രണ്ടാന്ന് പറഞ്ഞോണ്ടേ ആ രൂപത്തിലാണ് പ്രസന്റ് ചെയ്തത്. അതേപോലെ ടീച്ചറെ കയറിയിട്ട് എടോ പോടെ വിളിക്കണോ? അത്ര ഫ്രണ്ട്ഷിപ്പ് വേണോ? എന്താണ് നിങ്ങളൊരു അഭിപ്രായം പറയും? എടാപ്പോടാ ബന്ധം വേണ്ട. പിന്നെ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാം? ഭയങ്കര സ്ട്രിക്റ്റും ആകരുത്, ഒരു റെസ്പെക്റ്റ് വേണം. റെസ്പെക്ട് എങ്ങനെ ഉണ്ടാക്കും? Give and take. Give and take. Give the love, get the love. Give respect, get respect. എങ്ങനെ റെസ്പെക്ട് ചെയ്യും? ഇവിടെ ഈ ചോദ്യത്തിന് ആൻസർ ഉണ്ടല്ലോ, പലരും പല എക്സ്പീരിയൻസും പല അഭിപ്രായങ്ങളാണ് പറയാം. ഇതിൽ എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം, നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിങ്ങൾ ചെയ്യാം. ഓക്കെ, എന്റെ പെർസ്പെക്റ്റീവ് എന്ന് വെച്ചാല്, ഒന്ന്, സ്റ്റുഡൻസ് 100% നമ്മളെ റീഡ് ചെയ്യരുത്, നമ്മളെയൊക്കെ ഇന്നതേ വരുള്ളൂ എന്ന് എക്സ്പെക്ട് ചെയ്യരുത്. കാരണം എപ്പോഴും നമ്മൾ തമാശ അടിച്ചാല് അവർക്ക് ഫുൾ അവർ തമാശ ആക്കും. എപ്പോഴും നമ്മൾ സ്ട്രിക്റ്റ് ആയാല് അവർക്ക് നമ്മളിൽ നിന്ന് ഒരു കാരുണ്യവും അല്ലെങ്കിൽ ഒരു സിമ്പതിയും അല്ലെങ്കിൽ എമ്പതിയും പ്രതീക്ഷിക്കൂല. എല്ലാതും മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരാളായിരിക്കും ടീച്ചർ എന്നാണ് എന്റെ പേഴ്സണൽ വ്യൂ. സ്ട്രിക്റ്റും ആവണം, ചില ക്ലാസ്സിൽ അവരൊരു ഫ്രണ്ടായി നിൽക്കണം, ചില ക്ലാസ്സിൽ നല്ല സ്ട്രിക്റ്റ് ആയി തന്നെ കാര്യങ്ങൾ സംസാരിക്കണം, ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിൽ ഒരു ആവറേജിൽ നിൽക്കണം. ഇങ്ങനെ കയറിയും ഇറങ്ങി നിൽക്കുന്ന ഒരാളാണ് ടീച്ചർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് രേഖപ്പെടുത്താം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ രൂപത്തിൽ ചെയ്യാം. 9 പ്രൊവൈഡ് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് ആണ്. നിങ്ങൾ കേട്ടണോ? ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ് എന്ന് കേട്ടണോ? കേട്ടിട്ടുണ്ടോ? ഇല്ല. സോ ഫോർമേറ്റീവ് സമ്മേറ്റീവ് ഉണ്ട്. അതില് പിന്നെ ഇത്രയാണ്. ഇത് നമുക്ക് ഇനി വീണ്ടും പഠിക്കാൻ കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, യൂണിറ്റ് ടെസ്റ്റ് നടത്തുക, അതേപോലെ തന്നെ നമ്മളൊരു സെമസ്റ്റർ എക്സാം നടത്തുക, ഇങ്ങനെയുള്ള എല്ലാതും നടത്തുക എന്നുള്ളതാണ് ഫോർമേറ്റീവ്. ഇത് നമുക്ക് ഇനി സമ്മേറ്റീവ് ഫോർമേറ്റീവ് ഡിഫറെന്റ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്, അതവിടെ പഠിക്കാം. കാരണം സമ്മപ്പ് ചെയ്യാനുള്ള സംഭവം ഉണ്ട്. നമ്മൾ സെമസ്റ്റർ കഴിഞ്ഞിട്ട് നടത്തുന്ന പരീക്ഷയും ക്ലാസ് പരീക്ഷ തമ്മിൽ രണ്ടാണ്. ഓക്കെ, സോ അത് നമുക്ക് എന്ത് ചെയ്യാം, ആ ടോപ്പിക് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെന്റ് ഉണ്ടെന്ന് പഠിക്കാം. അതിൽ ഇൻക്ലൂഡ് ആകുന്നതുണ്ട്, അതിൽ വർക്ക്സ്, ക്വസ്റ്റ്യൻസ്, യൂണിറ്റ് ടെസ്റ്റ് തുടങ്ങിയ സാധനങ്ങളാണ് ഇതിനുള്ളിൽ വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവാണ്, എന്തൊക്കെയാണെന്ന് നോക്കിയത് എന്നുള്ള ജസ്റ്റ് ഒരു പിന്നെ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞ പോലെ ഒരു റിവ്യൂയിങ് ആണ്. ഇവിടെ മുതലാണ് നമ്മൾ തുടങ്ങിയത്. നാച്ചുർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ളതാണ്. 7 പോയിന്റ് അതിൽ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ടെക്നിക്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ള ടെക്നിക്സ് 7 പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ആക്റ്റീവ് ലേണിംഗ് എന്നുള്ള അതിൽ ഒരു 13
പോയിന്റ് ആക്റ്റീവ് ലേണിംഗ് എക്സസൈസ് ആയിട്ടുള്ള 13 പഠിച്ചു. ദെൻ സെൽഫ് ലേണിംഗ് എന്നുള്ള ഒരു പുതിയ ടേമിലേക്ക് പോയി. അതിന്റെ മീനിങ്, ഡെഫിനിഷൻ, ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ് ഇത്രയും പഠിച്ചു. 20 ബെനിഫിറ്റ്സ് ആണ് അതിൽ പഠിച്ചിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്യണം. ഒരു 10-15 അറിയാൻ ശ്രമിക്കുക. 10 നിർബന്ധമായിട്ട് നമുക്ക് അറിയണം. ഇനി ടീച്ചിങ്ങിലേക്ക് പോയി. അതിന്റെ മീനിങ്, അതുപോലെ തന്നെ ഡെഫിനിഷൻ, അതിന്റെ നാച്ചർ ഓർ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ അതിൽ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 12 ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചിട്ടുണ്ട്. ദെൻ പിന്നീട് അതിന്റെ ഗുഡ് ടീച്ചിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ആദ്യം 3 പറഞ്ഞു, പിന്നെ 9 പറഞ്ഞു. അതുപോലെ തന്നെ ബാക്കിയുള്ളത് വീണ്ടും ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു 9 ക്യാരക്ടറിസ്റ്റിക്സ് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഗുഡ് ടീച്ചിങ്ങിലേക്ക് വേണ്ട കുറെ സാധനങ്ങൾ നമ്മൾ ഈ ഒരു പാഠത്തിന്റെ ഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. സോ എല്ലാവരും ഒരു നല്ല ലേണർ ആവുക, ഒരു നല്ല ടീച്ചർ ആവുക, അല്ലെ? ഒരു നല്ല ലേണർക്ക് മാത്രമേ നല്ലൊരു ടീച്ചർ ആവാൻ പറ്റുള്ളൂ എന്ന് സാധാരണ പറയാറുണ്ട്. സോ അതിലേക്ക് എത്താൻ ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ ഒരു ആക്റ്റീവ് ലേണിംഗിലേക്കും നമ്മുടെ സ്റ്റുഡൻസിനെ ഒരു സെൽഫ് ലേണിംഗിലേക്കും എത്താനും അതേപോലെ തന്നെ നമുക്കൊരു നല്ല ടീച്ചർ ആവാനും പറ്റണം. അതിന് ഈ പറഞ്ഞ പോയിന്റ്സ് നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. തിയറി പ്രാക്ടിക്കൽ ആക്കാൻ പറ്റണം. ഈ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന തിയറികൾ നിങ്ങൾ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യണം, പ്രാക്ടിക്കൽ ആക്കണം. ഇതാണ് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മീ ഓർ ലിസണിങ് മീ. ഓക്കെ, താങ്ക് യു all.